നിന്നെ ഇനി ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകമായ ഒരു ഭവനത്തിലേക്കാണ്. ആ വീടിന്റെ പേരാണ് മണ്ണറ. ആ മണ്ണറയെ നോക്കിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും കരയുകയും ഓർക്കുകയും അതിൽ നിന്ന് കാവൽ തേടുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഓർമ്മയില്ല, അതിനെക്കുറിച്ച് ചിന്തയില്ല. എത്ര ഖബറിനെ കുറിച്ച് കേട്ടാലും, എത്ര ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് കേട്ടാലും നമുക്ക് യാതൊരു ഭയവുമില്ല, കൂസലുമില്ല. നമ്മുടെ അഹങ്കാരത്തിനും നമ്മുടെ തമ്മാടിത്തരത്തിനും യാതൊരു കുറവുമില്ല. ആർക്കവിടെ പേടി? ഒരു കുറവില്ല, ആർക്കും ഒരു പേടിയില്ല. ഡിലേയോട് ഇട്ടുകൂടെ അനിവ. അപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഖബറിനകത്ത് പോകും. ആ ഖബർ മുതൽ ഇനി നമ്മൾ മഹ്ശറിലേക്ക് പോകും. അപ്പൊ ഖബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? ഖബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? എല്ലാവരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകും ലാസ്റ്റ്. പിന്നെ നമ്മുടെ ഖബറിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിങ്ങൾ ഇന്ന് പോകുന്ന പറഞ്ഞു പോയില്ല, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ മയ്യിത ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫീ ഖബ്രി. ഒരു ദാസന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞ് എല്ലാവരും ആ ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോ ഇന്നഹു ലയസ്മഉ ഖഫഖൻ യാലിഹിം, ആ നടന്നു പോകുന്ന പാദത്തിന്റെ ചുവട്ടടികൾ, ആ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും ആ ഖബറാളി കേൾക്കുമത്രേ. മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കെല്ലാം കൊണ്ട് അടക്കി മണ്ണിട്ട് മൂടിയിട്ട് പോയാല് ഇനി ഒന്നും അറിയില്ലപ്പാ, ആരും ഒന്നും അറിയില്ല എന്നാണ് ഞാൻ നിങ്ങൾ ധരിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല. ആരാണ് മയ്യത്തിന്റെ അരികിൽ വന്ന് നിൽക്കുന്നതെന്ന് മയ്യത്തിനറിയാം. ആരാണ് ഈ മയ്യത്ത് ചുമക്കുന്നതെന്ന് മയ്യത്തിനറിയാം. ആരാണ് ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന് മയ്യത്തിനറിയാം. നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നൽ മയ്യിത യഅരിഫു മൻ യഹ്മിലുഹു വമൻ യുഗ്സിൽഹു വമൻ യുദല്ലിഹി ഫീ ഖബ്രിഹി. ആരാണോ ഈ മയ്യത്തിനെ ചുമക്കുന്നത്, ആരാണോ ഈ മയ്യത്തിനെ പൊതിയുന്നത്, ആരാണോ ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്നത്, ആരാണോ ഈ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്, അവരെയും ഈ മയ്യത്ത് അറിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയോ, നമ്മുടെ സുഹൃത്താണ് ഈ മയ്യത്തിറക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ്, ഇന്ന ഇച്ചാണ് ഈ മയ്യത്തിറക്കി വെക്കുന്നതൊക്കെ മയ്യത്തിനറിയാം. മയ്യത്തിനറിയാൻ കഴിയും. പക്ഷെ അത് പ്രതികരിക്കാൻ പറ്റൂല എന്നുള്ളതേ ഉള്ളൂ. മയ്യത്ത് ഇതെല്ലാം മനസ്സിലാക്കും. ബദറില് ചത്തുകിടക്കുന്ന അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, അവരെ എല്ലാവരെയും ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് തള്ളുകയാണ്. അവരെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് തള്ളി. ആ മൃത ശരീരത്തിന്റെ അരികിലേക്ക് നബിയും സഹാബത്തും കടന്നു പോവുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ മൃത ശരീരത്തിന്റെ അരികിൽ നിന്നിട്ട് വിളിച്ചു പറയുകയാ, യാ അബാ ജഹൽ ഇബ്നു ഹിശാം, യാ ഉത്ബത ഇബ്നു റബിയ, യാ ശൈബത ഇബ്നു റബിയ, ഹൽ വജദതും മാ വഅദ റബ്ബുകും ഹഖാ, ഇന്നി വജദതു മാ വഅദനി അല്ലാഹു ഹഖാ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏ ഹിശാമിന്റെ മകൻ അബൂജഹലേ, ഏ റബിയയുടെ മകൻ ഉത്ബത്തേ, റബിയയുടെ മകൻ ശൈബത്തേ, നീയും നിന്റെ റബ്ബും അല്ലാഹുവും റസൂലും പറഞ്ഞത് നീ മനസ്സിലാക്കിയില്ലേ, കരസ്ഥമാക്കിയില്ലേ? എന്റെ റബ്ബ് എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയിരിക്കുകയാ. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ആ മൃത ശരീരങ്ങളോട് സംസാരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് അടക്കമുള്ള സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഹൽ തുകല്ലിമു അജ്സാദൻ ലാ അർവാഹ ഫിഹാ. നബിയേ, റൂഹില്ലാത്ത ജസദിനോടാണോ അങ്ങ് സംസാരിക്കുന്നത് നബിയേ? ഹൽ യസ്മഊന യാ റസൂലല്ലാഹ്,
അവര് കേൾക്കുമോ നബിയേ, അവർ കേൾക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻതും ബിഅസ്മാ മാ ഖൂൽ, നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ കേൾക്കുകയില്ല സഹാബ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഈ മയ്യത്തും കേൾക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? മയ്യത്ത് കേൾക്കും, അതുകൊണ്ടാണ് പോയിക്കോട്ടെ നിലവിളിച്ച് പൊട്ടിക്കരയരുതെന്നൊക്കെ പറയുന്നത്. നമ്മുടെയൊക്കെ ആരെങ്കിലും മരണപ്പെട്ടാൽ നിലവിളിച്ചിട്ട് പൊട്ടിക്കരയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതൊക്കെ തന്നെയാണ്. കൂടുതൽ കിടന്ന് കരയാൻ പാടില്ല, കരയണം, റഹ്മത്തിന്റെ കണ്ണുനീര് വേണമല്ലോ, കരയണം. പക്ഷേ ആ മയ്യത്തിനെ ശിക്ഷിക്കപ്പെടുന്ന നിലയിൽ കരയാൻ പാടില്ല. ചില ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ കരയും. ആ സമയത്ത് ഖബറിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുമെന്നാണ് ഹദീസിൽ കാണാം. ഒരു ഹദീസിൽ കാണാം, ഒരു വ്യക്തിയെ ഖബറിൽ കൊണ്ടടക്കി. ആ വ്യക്തി നാട്ടിൽ ഒരുപാട് നന്മ ചെയ്ത വ്യക്തിയായിരുന്നു, ഈ നാടിന്റെ ഒരു നേതാവായിരുന്നു. ആളുകളെല്ലാവരും വിളിക്കാൻ തുടങ്ങി, വാ സയ്യിദാ വാ ഷരീഫാ വാ സയ്യിദാ വാ അമീറാ. ഞങ്ങളുടെ നേതാവേ, ഞങ്ങളുടെ അമീറേ, ഞങ്ങളുടെ അനിഷേധ്യ നേതാവേ, ഞങ്ങളുടെ എല്ലാമല്ല, ഞങ്ങൾ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയല്ലോ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയല്ലോ, നിലവിളിക്കുകയാണ്. ഉടനെ മലക്കുകൾ ആ ഖബറാളിയോട് ചോദിക്കുകയാണ്, അന്ത സയ്യിദുൻ ഫിദ്ദുനിയാ വ അമീറുൻ ഫിദ്ദുനിയാ, നീ ദുനിയാവിൽ നേതാവായിരുന്നു അല്ലേ, നീ ദുനിയാവിൽ ജനങ്ങളുടെ രക്ഷാ കവാടമായിരുന്നില്ലേ? ആ ജനങ്ങൾ നിന്റെ ഈ പേര് കൊണ്ടാണ് അവർ വിളിക്കുന്നത്. ആ വിളിയുടെ പേരിൽ മാലാഖമാർ ഈ മയ്യത്തിനെ ശിക്ഷിക്കുമത്രേ. ആ സന്ദർഭം ആ മയ്യത്ത് പറയുമത്രേ, യാ വൈലഹും ഹാലാ വൈലഹും യസ്കുതൂൻ. അവരൊന്നും മിണ്ടാതിരുന്നെങ്കിൽ, അവരൊന്നും നിശബ്ദരായിരുന്നെങ്കിൽ, അല്ലാഹുവേ എനിക്കല്പം സമാശ്വാസമുണ്ടാകുമായിരുന്നു, എനിക്ക് ഇത്തിരി സന്തോഷമായി. അവരൊന്നും മിണ്ടാണ്ടിരുന്ന മതിയാണ്. എന്തിനായി നിലവിളിക്കുന്നത്? എന്തിനീ നിലവിളിക്കുന്നത്? അങ്ങനെ നിലവിളിച്ച് കരയുമ്പോ എനിക്ക് ഖബറിൽ ശിക്ഷയാണ്, എനിക്ക് ഖബറിൽ ശിക്ഷയാണ്. അതുകൊണ്ടാണ് നിലവിളിക്കുന്നത്. നിർത്ത്. ആ നിലവിളി കേൾക്കുമ്പോൾ മലക്കുകൾ പോലും അവരെ വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല, അങ്ങനെ പൊട്ടിക്കരയാൻ പാടില്ല. കരയണ റഹ്മത്തിന്റെ കണ്ണുനീർ, റഹ്മത്തിന്റെ കണ്ണുനീർ വേണം. പക്ഷെ അതല്ലാതെയുള്ള നിലവിളി അത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് ഹബീബന റസൂലുള്ളാഹി തങ്ങളെ കയ്യിലെടുത്ത് വെച്ച് ഫഖബ്ബലഹു വശമ്മഹു, നബിയുന റസൂലുള്ളാഹി തങ്ങളെ ചുംബിക്കുകയാണ്, ഉമ്മ വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫജഅലത ഐന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തദർഫാൻ, ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് ഇറനണിയുകയാണ്, കണ്ണിൽ നിന്ന് ധാരധാരയായി നീര് ഒഴുകുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സദസ്സിലുണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കരയുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, വഅന്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് കരയുകയാണോ ഹബീബേ? കൊച്ചു കുഞ്ഞ് മരണപ്പെട്ടു പോയി. 70 ദിവസം മാത്രം പ്രായമുള്ള ഇബ്രാഹിം എന്ന പൊന്നുമോൻ മരണപ്പെട്ടു പോയി. നബിതങ്ങളുടെ കൈവെള്ളയിലിരിക്കാൻ നബിതങ്ങൾ കരയുന്നു. കരച്ചിൽ കണ്ടപ്പോൾ സ്വഹാബത്തിൽ അത്ഭുതം. അങ്ങനെ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നബിതങ്ങൾ കരയാണല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, യബ്ന ഔഫ് ഇന്നഹാ റഹ്മാ, ഏ ഔഫിന്റെ മകനെ, ഇത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന തദ്മഉ വല്ലാഹി ഇന്നാ ലാ നഖൂൽ മാ യുർളി റബ്ബുനാ വ ഇന്നി ബിഫിറാഖിക ലമഹ്സൂനൂൻ യാ ഇബ്രാഹിം, മോനെ ഇബ്രാഹിമേ,
നിന്റെ ഉപ്പാന്റെ കണ്ണുനീര് ഒഴുകുകയാണ്, നിന്റെ ഉപ്പാന്റെ ഹൃദയം തുടിക്കുകയാണ്. പക്ഷേ അള്ളാഹ്ക്ക് നിരക്കാത്തതും അവൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരു വാക്കുപോലും നിന്റെ ഉപ്പാന്റെ നാവിൽ നിന്ന് വരികയില്ല. പക്ഷേ മകനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഈ ഉപ്പ ദുഃഖിക്കുകയാണ്. ദുഃഖം വേണം, പ്രയാസം വേണം. അതുകൊണ്ടാണ് ഈ 3 ദിവസം വരെയൊക്കെ നമ്മൾ ദുഃഖത്തിന് പങ്കാളികളാകണമെന്ന് പറയുന്നത്. 3 ദിവസം വരെ ആ വീട്ടിൽ പോയിട്ട് നമ്മൾ അവരെ സമാശ്വസിപ്പിക്കണം, മരണപ്പെട്ട ആളുകളുടെ കുടുംബക്കാരെ സമാശ്വസിപ്പിക്കണം. അതിനാണ് ഈ 3 ദിവസം നമ്മൾ തഅസിയത്ത് എന്നൊക്കെ പറയുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഖബറിൽ അതിന്റെ ശിക്ഷകൾ ഉണ്ടാകും. അതുകൊണ്ട് ഖബറാളി കേൾക്കും. നമ്മൾ ഈ കരയുന്നത്, നിലവിളിക്കുന്നത്, ബലമുണ്ടാക്കുന്നത് ഖബറാളി കേൾക്കും. അതുകൊണ്ട് ഖബറാളിക്ക് അതൊരു ശിക്ഷയാവും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് നിലവിളിച്ച് കരയരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് എല്ലാവരും ആ ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങി പോകുന്ന സമയത്ത് ആ ഖബറാളി കേൾക്കുമത്രേ, നമ്മുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേൾക്കുമത്രേ. കേൾക്കും. കാറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, മൈക്ക് കുറവ് വരരുത് കേട്ടോ. അല്ല, കാറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, മൈക്ക് കുഴപ്പം വരണ്ട കേട്ടോ. നീ വാ, ഭാഗത്താക്കി വെക്കണോ, കുഴപ്പമില്ല. നീ വെച്ചത് നല്ല ഉഷാറാട്ടെ, സൗണ്ട് കേൾക്കല്ലേ, മൈക്ക് സൗണ്ട് കേൾക്കാതെ കുറച്ചുകൂടി മാറ്റി, കുഴപ്പമില്ല. കുറച്ച് വേർത്താലും കുഴപ്പമില്ല, 1 മണിക്കൂർ കൊണ്ട് നിർത്താമല്ലോ നമുക്ക്. 10 മണിയായി. സമയം നോക്കാതെ പ്രസംഗിച്ചാൽ ചിലപ്പം പെട്ടെന്ന് കൂടുതലായി പോകും. പിന്നെ അതിന്റെ GST എല്ലാം അടയ്ക്കാൻ നിൽക്കണ്ടേ, മാർച്ച് ലാസ്റ്റാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഖബർ അടക്കിയിട്ട് നമ്മൾ മടങ്ങി പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആള് കേൾക്കും, എല്ലാരും പോവാണില്ലേ, നിങ്ങളൊക്കെ പോവാണോ മക്കളെ, എന്നെ വിട്ടിട്ട് പോവാണോ? ഖബറാളി ആ സമയത്ത് ചിന്തിക്കുന്ന രംഗാണെന്ന് ആലോചിച്ചു. എല്ലാവരും വിട്ടു പോവുകയാണ്, തീർന്നു. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരാളുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോയി ഇട്ടു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ഒരു പിടി മണ്ണെടുത്തിട്ട് ധൃതി പിടിച്ച് ഖബറിലേക്ക് മണ്ണ് വാരിയിടരുത് കേട്ടോ, ധൃതി പിടിച്ച് മണ്ണ് വാരിയിടരുത്. 1 പിടി 2 പിടി മണ്ണിങ്ങനെ എടുത്തിട്ട് മിൻഹാ ഖലഖനാകും, അല്ലാഹ് ഇതിൽ നിന്നാണ് നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത്. ഫീഹാ നുഈദുകും, ഇതിലേക്കാണ് നിങ്ങളെ മടക്കുന്നത്. അതാണ് മണ്ണറ, ഇതിലേക്കാണ് മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. അതോടുകൂടി അവിടെ കിടക്കൂല എന്നർത്ഥം. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ അല്ലാഹു അറിയിക്കുന്നത്. വനുഫിഖ ഫിസൂർ ഫൈദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ الرحمن وصدق المرسلون. പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുമ്പോ ഈ ആയത്ത് നിങ്ങളുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരണമേ. ഖബറാളികളെ, ഖബറാളികളെ, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വിളിയാളമാണ്. ആരാണ് ഞങ്ങളുടെ ഉറക്കം കെടുത്തിയത്? ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങളുടെ വിശ്രമത്തിന് തടസ്സം നിന്നതാരാ? ഉറങ്ങണ്ട, ഉറങ്ങണ്ട, അതിനുള്ള സമയമല്ല ഇത്. എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. ഇനി നിങ്ങൾ പോകേണ്ടത് ഒരു വല്ലാത്ത സമ്മേളന നഗരിയിലാണ്. സകലമാന ജനങ്ങളെയും സമസ്ത മണ്ഡലങ്ങളെയും സകലമാന മനുഷ്യ മക്കളെയും ജീവികളെയും പക്ഷിപർവാദികളെയും ഭൂതങ്ങളെയും എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസമാണ് ആ സൂറന്ന കാഹളത്തിലെ ഊത്ത്. എല്ലാവരെയും യാ അല്ലാഹ്. ونفخ في الصور فجمعناهم جمعا. എല്ലാവരെയും മൊത്തമായി നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ സൂറന്ന കാഹളത്തിലെ ഊത്തൂതപ്പെടുമ്പോഴാണ്. എല്ലാവരെയും നേരെ കൊണ്ടുപോവാണ്.
കബറിൽ കിടന്നതൊക്കെ മതി, എഴുന്നേൽക്ക്. അപ്പൊ കബറിൽ കൂടുതൽ നാൾ കിടക്കാൻ പറ്റൂല. അപ്പൊ കബറിൽ കിടക്കുന്ന സമയം സന്തോഷമായിട്ട് നമ്മൾ കിടക്കണം. കബറിൽ കിടക്കുന്ന സമയം സന്തോഷമായിട്ട് കിടക്കണം. ആ സന്തോഷമായിട്ട് കിടക്കാനുള്ള കർമ്മങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞു വന്നത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാളുടെ മയ്യത്തിൽ നിന്ന് ഖബറിൽ നിന്ന് എല്ലാവരും മടങ്ങി പോകുന്ന സമയത്ത് ഫൈൻ കാന മുഅ്മിനാ, അവനൊരു സാലിഹായ മനുഷ്യനാണെങ്കിൽ നമസ്കാരം അവനെ സഹായിക്കാൻ ഖബറിലേക്ക് വരുമത്രേ. ഫസ്സലാത്തു ഇൻദ റഅസിഹി ഫൗഖ റഅസിഹി, നമസ്കാരം അവന്റെ തലയ്ക്ക് മീതെ നിൽക്കുമത്രേ. സ്വാലിഹായ മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുവച്ചാൽ എല്ലാവരും മടങ്ങിപ്പോകുമ്പോ അവന്റെ ഖബറിൽ തണല് പോലെ നിൽക്കുന്നത് നമസ്കാരം. തണല് പോലെ നിൽക്കുന്നത് നമസ്കാരം. വസിയാമു അൻ യമീനിഹി, അവന്റെ വലതു ഭാഗത്ത് അവൻ പിടിച്ച, അവൻ അനുഷ്ഠിച്ച നോമ്പുകളാണ്. വെറുതെയല്ല നോമ്പെടുക്കുന്നത്, വെറുതെയല്ല സുന്നത്ത് നോമ്പെടുക്കുന്നത്. നമ്മുടെ ഓരോ നോമ്പും അത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ അവന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോ അവന്റെ വലതു ഭാഗത്ത് ആ നോമ്പുകളെല്ലാം വന്നു നിൽക്കുമത്രേ. വസ്സകാത്തു അൻ യസാരിഹി, സാമ്പത്തികമായ സ്രോതസ്സുള്ളവരെ, സാമ്പത്തികമായി കഴിവുള്ളവരെ, നിന്റെ കണക്കുകൾ എടുത്തിട്ട് ഒരു വർഷത്തിൽ സകലമാന നിന്റെ ചെലവുകളും കഴിഞ്ഞതിന് ശേഷം പാവപ്പെട്ടവന്റെ അവകാശമായ സകാത്ത് എന്ന് പറയുന്ന ആ ധർമ്മമൂല്യമുണ്ടല്ലോ, അത് നീ കൊടുക്കണേ, അത് നീ പിടിച്ചു വെക്കരുത്. 1 കോടി രൂപയുടെ ആസ്തിയാണ് അവന് മിച്ചമായത്, ബാക്കിയായതെങ്കിൽ അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ പാവപ്പെട്ടവന്റെ കണ്ണുനീരാണ്, അത് സാധുക്കളുടെ കണ്ണുനീരാണ്, അത് പട്ടിണി പാവങ്ങൾക്ക് അരി വാങ്ങാനുള്ളതാണ്, അവർക്ക് പഞ്ചസാര വാങ്ങാനുള്ളതാ. അത് സമ്പന്നന്മാരുടെ ഔദാര്യമല്ല, ഔദാര്യമല്ല. സമ്പന്നന്മാർ അവരുടെ പോക്കറ്റിൽ നിന്നെടുത്ത് പിച്ചച്ചട്ടിയിലേക്ക് വലിച്ചെറിയുന്ന ഔദാര്യമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, അവകാശമാണ്. സാമ്പത്തികമായി കഴിവുള്ളവൻ സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കുമ്പോ 1000-ഉം 10,000-ഉം സ്ക്വയർ ഫീറ്റിന്റെ മണിമാളികകൾ വെച്ചുകൊണ്ട് ഭൂമിയിൽ സ്വർഗം പണിത് ജീവിക്കുന്ന ഈ ഉമ്മത്തിന്റെ സമുദായമേ, നിന്റെ സമുദായത്തിൽപ്പെട്ട എത്രയോ കുരുന്നുകളാണ്, എത്രയോ വിധവകളാണ്, എത്രയോ അനാഥകളാണ്, എത്രയോ ആലംബഹീനരാണ്, എത്രയോ അവശരാണ്. ഒരു വീട് പോലും ഇല്ലാതെ ഒരു ചറ്റക്കുടൽ കൊണ്ട്, പ്ലാസ്റ്റിക്കിന്റെ മറ കൊണ്ട് 3 പെണ്ണും 4 പെണ്ണും ഒരു ഉമ്മയും ഒരു ഉപ്പയും കിടന്നുറങ്ങുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടല്ലേ 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിതിട്ട് അവിടെയും നിങ്ങൾ സ്വിമ്മിംഗ് പൂള് പടുത്തുയർത്തിയിട്ട് അതിൽ നിങ്ങൾ നീന്തി തുടിക്കാൻ നാണമില്ലേ, നാണമില്ലേ? ഈ പാവപ്പെട്ട മക്കളുടെ കണ്ണുനീരിലാണ് നിങ്ങളുടെ മക്കൾ നീന്തി കുളിക്കുന്നതെന്ന കാര്യം മറന്നു പോകണ്ട. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുശ്രികീൻ അല്ലദീന ലാ യുഅതൂന സകാ വഹും ബിൽ ആഖിറതി കാഫിറൂൻ. സാമ്പത്തികമായി സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്ന സമ്പന്നവർഗമേ, പാവപ്പെട്ടവന്റെ കണ്ണുനീരപ്പാതെ, അവന്റെ പട്ടിണി മാറ്റാതെ, അവന്റെ ദുഃഖമകറ്റാതെ, അവന്റെ പ്രയാസം മാറ്റാതെ, മൃഷ്ടാന ഭോജനം നടത്തി വള്ള വീർപ്പിച്ചുകൊണ്ട് സുഖലോലുപനായി നീ കഴിഞ്ഞുകൂടിയാൽ നിന്റെ സമ്പത്തിന്റെ സക്കാത്ത് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാതിരുന്നാൽ നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്ക്, നീ മുസ്ലിമല്ല, മുസ്ലിമല്ല. വൈലുൽ ലിൽ മുശ്രികീൻ, നീ മുശ്രിക്കാണടോ, നീ മുശ്രിക്കാണടോ, മുശ്രിക്കാണടോ. എന്തേ കാരണം? അല്ലദീന ലാ യുതൂന സക്കാ, പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ച് നീ തിന്നവനാണ്. നിന്റെ മയ്യത്തിന് ഖബറിൽ ശാന്തിയില്ല, സമാധാനമില്ല. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് മുശ്രിക്ക്.
മുസ്ലിം എന്നല്ല. നമ്മൾ പിന്നെ ഭാഗ്യത്തിൽ കൊണ്ടുവന്ന് മയ്യത്തൊക്കെ നിസ്കരിപ്പിക്കും. വാ ഖബറിലേക്ക് വാ, അപ്പൊ കാണാം ആരാണ് നല്ലവൻ, ആരാണ് മുസ്ലിം, ആരാണ് മുശ്രിക് കാണാം. സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല കഴിവുണ്ട്. നിന്റെ സമ്പത്ത് സക്കാത്ത് വർഷത്തിൽ ഒരു വർഷം ഇപ്പൊ ഇൻകം ടാക്സുകാരെ സെയിൽ ടാക്സുകാരെയൊക്കെ പേടിച്ചിട്ട് മാർച്ച് 31-നുള്ളിൽ ഓടുകയല്ലേ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം കള്ളക്കണക്കുകളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഒക്കെ അടച്ചു തീർത്തിട്ട് തടി സലാമത്താക്കുന്നു. ഇത് ദുനിയാവിൽ പോലീസിനെ പേടിച്ചിട്ട്, സർക്കാരിനെ പേടിച്ചിട്ട്. പക്ഷെ ഇവരെക്കാളെല്ലാം പേടിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അത് മണ്ണറയാണ്. അവിടെ ഓടാനൊന്നും പറ്റൂല. അവിടെ ഒരു CIയും ചാരിറ്റബിൾ അക്കൗണ്ട് ഒന്നും വരില്ല, ചാർട്ട് അക്കൗണ്ട് ഒന്നും വരികയൊന്നുമില്ല. അവിടെ ഒന്നും ആരെ സഹായിക്കാൻ ഒരു പോലീസുകാരനോ ഒരു ഇൻകം ടാക്സിന്റെ ഓഫീസറോ ഒന്നും വരൂല. അവിടെ കൈക്കൂലിക്കൊന്നും ഒരു വിലയില്ല, അവിടെ കൈക്കൂലി ഇല്ല, മുണ്ടാൻ പറ്റൂല. അതിനുള്ള പരിഹാരം നിന്റെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമായ 2.5% കൊടുത്തിട്ട് നീ സൂയിക്ക്. 2.5% കൊടുത്തിട്ട് നീ സൂയിക്ക്. വലിയ ഹദീസും വലിയ ആയത്തും ഒക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഉസാറായി വാദം കെട്ട് പള്ളിയിൽ റമദാൻ മാസമൊക്കെ ആകുമ്പോ കുറെ സമൂസായും കുറെ കഞ്ഞിയും കുറെ തേങ്ങായും ഒക്കെ ഇറക്കി കൊടുക്കും. സ്വന്തം കുടുംബത്തിൽ പാവപ്പെട്ടവൻ പട്ടിണി കിടന്നിട്ട് വർഷങ്ങളായി അവന്റെ പരിസരത്ത് പോലും തിരിഞ്ഞു നോക്കാത്ത സമ്പന്ന വർഗം പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. ആ പള്ളിയിൽ കൊടുക്കുന്ന നിന്റെ അരിയും വേണ്ട, നിന്റെ ഗോതമ്പ് വേണ്ട, നിന്റെ ജീരക കഞ്ഞിയും വേണ്ട, നിന്റെ ജീരക കഷായം അല്ലാക്ക് വേണ്ട. നീ കൊടുക്കേണ്ടത് നിന്റെ രക്തബന്ധത്തിൽപ്പെട്ട പാവപ്പെട്ടവനാണ് കൊടുക്കേണ്ടത്. അതാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് ബഹുമാനപ്പെട്ട അബൂ ദർദ റളിയല്ലാഹു തആലയോട് പറഞ്ഞത്, വബദാ ബിമൻ തഊൽ. നീ സമ്പത്ത് കൊടുക്കുമ്പോ നിന്റെ രക്തബന്ധുക്കളിൽ നിന്ന് നീ തുടങ്ങണേ, രക്തബന്ധുക്കളെ കൊണ്ട് തുടക്കം കുറിക്കണേ. കൊടുക്കുന്ന കൈ ഉയർന്നു പോകും, കൊടുക്കാത്ത കൈ താഴ്ന്നു പോകും. കൊടുത്തു കഴിഞ്ഞാൽ അത് ഉയർന്നുകൊണ്ടേയിരിക്കും. കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചു വെക്കുന്ന കൈ അത് ഇടിഞ്ഞു താഴേക്ക് പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് കൊടുക്കണം. മൻ ഖതഅ ഖാരിബഹു വഫാ വഹജറഹും ولم يحسن إليهم ويصرف صدقته إلى غيرهم لم يقبل الله صرفا ولا عدلا كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ രക്തബന്ധുക്കളായ നിങ്ങളുടെ കുടുംബക്കാർക്ക് എത്രയോ പേർക്ക് സക്കാത്തും സദഖയും അവകാശമുണ്ടായിട്ട് അവർക്ക് നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് മറ്റു മഹല്ലുകളിലാണ്, മറ്റു നാടുകളിലാണ്, മറ്റു വ്യക്തികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ലം യഖ്ബലില്ലാഹു സർഫൻ വലാ അദ്ലാ, നിങ്ങളിൽ നിന്ന് ഒരു തരിമ്പ് പോലും, ഒരു സുന്നത്ത് പോലും, ഒരു ഫർള് പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടത്? വബദാ ബിമൻ തഊൽ. നിന്റെ കുടുംബക്കാർക്ക്, നിന്റെ രക്തബന്ധുക്കൾക്ക് നീ കൊടുക്കാൻ തുടങ്ങണേ. ആദ്യം കൊടുക്കേണ്ടത് അവർക്കാണ്. അവർക്ക് കൊടുക്കാതെ പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് നിന്റെ കൊച്ചാപ്പാട, ഇളയാപ്പാട മക്കൾ, മൂത്താപ്പാട മക്കൾ, നിന്റെ കാരണവരുടെ മക്കൾ, നിന്റെ ജ്യേഷ്ഠ അനുജന്റെ മക്കൾ, നിന്റെ പെങ്ങടെ മക്കൾ, കുട്ടികൾ, സാധുക്കൾ, പാവപ്പെട്ടവർ, അവർക്ക് കൊടുക്കാദ്യം. അവർക്കൊരു വീട് വെച്ച് കൊടുക്ക്, അവർക്കൊരു പുരകെട്ടി കൊടുക്ക്, അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ കൊടുക്ക്. അതാണ് ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ആ സക്കാത്ത് എവിടെ വരും? ഖബറിൽ. വസ്സകാത്തു അൻ യസാരിഹി, അവന്റെ സക്കാത്ത് ആ ഖബറിൽ ഇടത് ഭാഗത്ത് വന്ന് നിൽക്കുമത്രേ. ഇവിടെ വലിയ 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീടൊക്കെ വെച്ച്, ലിഫ്റ്റും വെച്ച്, സ്വിമ്മിംഗ് പൂളും വെച്ച് എല്ലാരും കൂടെ അടിച്ചു പൊളിക്കും. ഈ ഖബർ എന്ന പൂളിൽ പോയി കിടക്കുമ്പോ ആ പൂളിൽ വരാൻ ആരാ ഉള്ളത്? ആ പൂളിൽ വരുന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ ഹദീസ് ഓതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇടത് സൈഡിൽ സക്കാത്ത് വന്ന് നിൽക്കും. വഫഅലുൽ ഖൈറാത്തി മിനൽ ഇഹ്സാനി വസ്സിലതി വൽ മഅറൂഫി ഇലന്നാസ് ഇൻദ റിജ്ലൈ.
അവൻ ഈ ദുനിയാവിൽ ചെയ്ത നന്മകളുണ്ടല്ലോ, അവൻ ഈ ദുനിയാവിൽ ചെയ്ത ഉപകാരങ്ങളുണ്ടല്ലോ, അവൻ ഈ ദുനിയാവിൽ ചേർത്ത കുടുംബ ബന്ധങ്ങളുണ്ടല്ലോ, അകന്നുപോയ അടർന്നുപോയ രക്തബന്ധുക്കളെ അവൻ അടുപ്പിച്ചിട്ടുണ്ടോ? ആ മുഴുവൻ നന്മകളും ആറടി മണ്ണിൽ ഖബറിലേക്ക് മയ്യത്ത് വെക്കപ്പെടുമ്പോ അവന്റെ കാലിന്റെ ഭാഗത്ത് ഈ നന്മകളെല്ലാം വന്നു നിൽക്കുമത്രേ. അപ്പോൾ നമസ്കാരക്കാരനാണെങ്കിൽ ആ മണ്ണറയിൽ നമസ്കാരം അവന്റെ തലയ്ക്ക് മീതെ, നോമ്പെടുത്തവനാണെങ്കിൽ നോമ്പ് അവന്റെ വലതുഭാഗത്ത്, സക്കാത്തോ സദഖകളോ കൊടുത്തവനാണെങ്കിൽ അതവന്റെ ഇടതുഭാഗത്ത്, കുടുംബബന്ധം ചേർത്തവനാണ്, നാടിന്റെ മക്കൾക്ക് നന്മ ചെയ്തവനാണ്, ഉപകാരം ചെയ്തവനാണ്, പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റിയവനാണ്, വിധവകളുടെ കണ്ണുനീരൊപ്പിയവനാണ്, രോഗികളെ സഹായിച്ചവനാണ്. ഈ നന്മകൾ മുഴുവനും ആ ഖബറിൽ അവന്റെ കാലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലെ ഗുണങ്ങളാണ് മണ്ണറയിലെ. വെറുതെ ഒന്നുമല്ല നിസ്കരിക്കുന്ന കേട്ടോ. അപ്പൊ മനസ്സിലായോ നിസ്കരിക്കുന്ന വെറുതെ ആണോ? 2000 റുപ്യ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നു ചോദിക്കുമ്പോ പിശുക്കി പിടിക്കല്. അത് അവിടെ വരും, ഖബറിൽ അടുത്ത സൈഡിൽ വരും, അവിടെ വന്ന് നിൽക്കും. 2000 ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2000 മൊത്തം ഇങ്ങനെ നിറഞ്ഞു വന്ന് നിൽക്കും, ഭയങ്കര മല പോലെ നിൽക്കും ഇടത് സൈഡ് ലെഫ്റ്റ് സൈഡിൽ, വേറെ ആരും കാണൂല. നിസ്കാരം ഉണ്ടോ? മുകളിൽ നിൽക്കും, മൊത്തം തണലായിട്ട് നിൽക്കും. നിസ്കാരം മൊത്തം തണലായിട്ട് നിൽക്കും. നൂറുൻ വബുർഹാൻ, അത് പ്രകാശമാണ്, ഒരു ആധാരമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കും. നമ്മുടെ ആധാറാണ്, നമ്മുടെ ആധാർ. ആധാർ ഇല്ലാതെ ഫോൺ കിട്ടൂല, ആധാർ ഇല്ലാതെ മണ്ണെണ്ണ കിട്ടൂല, ആധാർ ഇല്ലാതെ പാസ്പോർട്ട് കിട്ടൂല, ആധാർ ഇല്ലാതെ അക്കൗണ്ട് കിട്ടൂല, ആധാർ ഇല്ലാതെ പാൻ കാർഡ് ഇല്ല. നമ്മുടെ ആധാർ ഏതാ? അത് നമ്മുടെ ആധാറാണ്. ബുർഹാൻ, അതിന്റെ അർത്ഥം ആധാർ. ആ ആധാർ ഇല്ലാതെ ഖബറിലേക്ക് പോകാൻ പറ്റൂല. ഖബറിലേക്ക് പോകുമ്പോ അള്ളാഹ് ചോദിക്കും, മലക്കുകൾ ചോദിക്കും, നിന്റെ ആധാർ എവിടെ? നിന്റെ ആധാർ എവിടെ? മാഫി ആധാർ, യാ അല്ലാഹ്, യാ ആധാർ എടുത്തില്ല അല്ലാഹ്, യാ ആധാർ എടുത്തില്ല അല്ലാഹ്. ആ ആധാറിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും വിളിക്കുന്ന പള്ളിയിൽ. നിങ്ങൾ ആധാർ എടുക്കാത്തവർക്ക് എടുക്കണം, സമയം തീരാറായി. 31-ാം തീയതി സമയം തീരും. നിന്റെ സമയം തീരുന്നതിന് മുമ്പ് നീ ആധാർ എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ വിളിക്കുന്നത് കേട്ടില്ലേ? പക്ഷെ എന്നിട്ട് നമ്മൾ ആധാർ എടുത്തിട്ടില്ല. പോയില്ലേ സംഭവം? എന്താ തെളിവ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ആധാർ എടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ദിവസവും 5 പ്രാവശ്യം വിളിച്ചു പറയുമ്പോ ആധാർ എടുക്കാതെ കേവലം ചെവിക്കൊള്ളാതെ നടക്കുന്ന യുവത്വമേ, യുവതികളെ, ഒരിക്കൽ നിങ്ങളുടെ കണ്ണടഞ്ഞു പോകും, ശ്വാസം നിലച്ചു പോകും, കൈകാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും, അനങ്ങാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ല, കണ്ണു തുറക്കാൻ കഴിയില്ല, നാവ് ചലിപ്പിക്കാൻ കഴിയില്ല. അങ്ങോട്ട് തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, മറിച്ചിട്ടാൽ കമഴ്ന്നു കിടക്കും, മലർത്തിയിട്ടാലും മലർന്നു കിടക്കും. ആര് വന്നെടുത്താലും തള്ളിയാലും കുത്തിയാലും ഒരു അനക്കവുമില്ല, പ്രതികരണവുമില്ല. അങ്ങനെ ഒരു ദിവസം വരുമ്പോ മരണമെന്ന് പറയുന്ന ആ മഹാമുസീബത്ത്, സംഭവം നിന്നെ കൊണ്ട് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്, എവിടെ നിന്റെ ആധാർ? എവിടെ നിന്റെ തെളിവെവിടെ? നീ മുസ്ലിമാണെന്നുള്ളതിന്റെ തെളിവെവിടെ? ഒന്ന് തരുവോ? എന്തെയും തെളിവ്? മുസ്ലിങ്ങളുടെ തെളിവ് എന്താ തെളിവ്? ഫാൻറ്റിന്റെ സിബ് അഴിച്ചു കൊടുക്കും, ഞാൻ നാം മാർക്കം ചെയ്ത് അള്ളാഹു ഞാൻ നാം മുസ്ലിമാന്നുള്ള എന്റെ തെളിവ്. അതാ
അതാണ് ഇസ്ലാമിന്റെ തെളിവ്. മാർക്കം ചെയ്ത് സുന്നത്ത് കല്യാണം ചെയ്തു കൊടുത്തെന്നാണ് എന്റെ തെളിവ്. സുന്നത്ത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഉത്തരവാദിത്വം നിസ്കാരം നിലനിർത്തണം എന്നുള്ളതാണ്. നിസ്കാരം നിലനിർത്തണമെന്നുള്ളതല്ലേ. അതാണ് അല്ലാഹു തആല പ്രത്യേകമായി പറഞ്ഞു. അന്ന് നിന്നോട് പറഞ്ഞിരുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. എത്ര സ്പഷ്ടമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ നിന്റെ മുന്നിൽ ഓതി തന്നത്. എന്താണ് അതിന്റെ അർത്ഥം? എത്ര കച്ചവടമുണ്ടായാലും, എത്ര തിരക്കുണ്ടായാലും, എത്ര ബിസി ഉണ്ടായാലും, എത്ര കണക്ക് തീർക്കാനുണ്ടായിരുന്നാലും, എത്ര കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകൾ ഉണ്ടായിരുന്നാലും, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ വിസ്മരിപ്പിക്കാതിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ വിസ്മരിച്ചു പോയാൽ ഒരിക്കൽ മലക്കുൽ മൗത്ത് നിന്റെ റൂഹിനെ പിടിക്കാൻ വരുമ്പോ അപ്പോൾ നീ വിളിച്ചു പറയും, ഞാൻ സദഖ ചെയ്യാമല്ലാ, സദഖ ചെയ്യാമല്ലാ. വെറുതെ ഞാൻ 100 കോടിയുടെ ആസ്തി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നത് പടച്ചവനെ. ആ കോടിക്കണക്കിന് രൂപ എന്റെ മക്കളെ തിന്നു മുടിക്കുമല്ല, എന്റെ കുടുംബക്കാരെ തിന്നു മുടിക്കും പടച്ചവനെ. ഈ ഖബറിന്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി സഹായിക്കാൻ ആരുമില്ല അല്ലാ. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരു തുച്ഛമായ സമയം മാത്രം നീ എനിക്ക് നൽകിയാൽ ഫസദഖ, എന്റെ ജാഗ മുഴുവനും ഞാൻ എഴുതി നിനക്ക് നൽകാൻ പടച്ചവനെ. വകും മിനസ് സാലിഹീൻ, സുഹൃതവാന്മാരിൽ ഞാൻ പെട്ടുകൊള്ളാം നാഥാ. ഒരശ്ലീലങ്ങളോ ഒരു ദുഷിച്ച സ്വഭാവത്തിനോ കൂട്ടുനിൽക്കില്ല പടച്ചവനെ. ലാസ്റ്റ് സമയം എവിടെ എവിടെ മറുപടി? ചാവാറാവുന്ന സമയത്ത് കറുകറവിളിക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ കൊണ്ട് ICUയിൽ കയറ്റിയിട്ട് മറ്റേ മൂക്കിലും വെച്ച്, തൊള്ളയിലും വെച്ച്, വയറ്റിലും വെച്ച് മിഷ്യനിനകത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മിഷ്യൻ ബാഹ്യ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആന്തരികമായിട്ട് മലക്കുകളുമായിട്ട് ഇവന്റെ സംഘടനമാണ് ഈ ആയത്തിന്റെ അർത്ഥം. മലക്കുകളുമായി ഇവന്റെ സംഘടനമാണ്. അവൻ ഗർഗറ വിളിക്കുകയാണ്, കോടിക്കണക്കിന് ആസ്തിയുണ്ട് പടച്ചവന്. അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിശുക്കനായിരുന്നു, ലുബ്ധനായിരുന്നു, കൊടുത്തിരുന്നില്ല. ഇപ്പോഴാണ് ഈ മലക്കുകളുടെ രൂപം കണ്ടപ്പോ, ആഖിറം കണ്ടപ്പോ, ഖബർ കണ്ടപ്പോ എനിക്കിപ്പോ മനസ്സിലാവുന്നു കൊടുത്താൽ കൊള്ളാമെന്ന്. യാ അല്ലാഹ് പ്ലീസ് പടച്ചവനെ, ഞാൻ എന്റെ മുഴുവൻ സമ്പത്തും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ എഴുതി തള്ളാമല്ല. പ്ലീസ് യാ അല്ലാഹ് പ്ലീസ്. لا يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. സമയമെത്തിയോ, അജലെത്തിയോ, ഒരൽപ്പം പോലും അല്ലാഹു മുന്തിക്കുകയില്ല, പിന്തിക്കുകയില്ല. അല്ലാഹു ഭൗതികമായ ലോകത്ത് നിനക്ക് തന്ന സമയം മുഴുവനും നീ റബ്ബിന് വേണ്ടി മാറ്റിവെക്കണേ. അങ്ങനെ വെച്ചാൽ ആ ഖബറിൽ നിനക്ക് ഒരു തണലും, ഒരു സമാധാനവും, ഒരു സന്തോഷവുമായി ഈ നന്മകൾ ഓടിയെത്തുമത്രേ. അതുകൊണ്ടാണ് ഫൈൻ കാന മുഅ്മിന, ഒരു സാലിഹായ മനുഷ്യനാണ് മരിച്ചു ഖബറിൽ പോയതെങ്കിൽ, കാനത്തി സ്വലാത്തു ഫൗഖ റഅസിഹി, അവന്റെ നമസ്കാരം അവന്റെ തലയ്ക്ക് മീതെ വന്നു നിൽക്കുമത്രേ. ഫയൂതൽ മലക്കു അൻ റഅസിഹി, അവന്റെ തലയുടെ ഭാഗത്തുകൂടി മാലാഖമാര് കടന്നു വരികയാണ്. ഫതഖൂലു സലാ, മലക്കുകളെ ദണ്ഡുമായി ഈ മനുഷ്യനെ ചോദിക്കാൻ വേണ്ടി വരുമ്പോ ഫതഖൂലു സലാ, നമസ്കാരം പറയുകയാ. മാ ഖിബലി മദ്ഖൽ, മാ ഖിബലി മദ്ഖൽ, ഞങ്ങളുടെ ഭാഗത്തുകൂടി ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. സമരം സമരം ഇവിടെ മാത്രമല്ല, വയൽക്കളി സമരം. ഇതിലെ കൂടെ ബൈപ്പാസ് പാടില്ല, റോഡ് പാടില്ല, ഇവിടെ സമരം ഉണ്ടാക്കാം. എൻഡോസൾഫാനെതിരെ സമരം ഉണ്ടാക്കാം. നമുക്കിവിടെ പല പല പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് സമരം ഉണ്ടാക്കാം. പക്ഷേ ആ സമരമെല്ലാം ഭൗതികമായ ലോകത്താണ്. എന്നാൽ നമുക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. നമുക്ക് വേണ്ടി ഖബറിൽ സമരം ചെയ്യുന്ന കുറെ ആളുകളുണ്ട്, കുറെ നന്മകളുണ്ട് നമ്മെ സംരക്ഷിക്കാൻ. അതാണല്ലോ ഈ സമരം എന്ന് പറയുന്നതാണല്ലോ. എൻഡോസൾഫാനിൽ ഇരയായവരെ സഹായിക്കണം, അവരെ സഹായിക്കാനാണ് ഈ സമരം.
വയലുകളെ നികത്താൻ പാടില്ല. അതാണ് വയൽക്കളി സമരം. അങ്ങനെ ഓരോരോ സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുത്തുന്നുണ്ട്. കാരണം എന്താണ്? അവരെ സംരക്ഷിക്കാനാണ്, ആ വയലിനെ സംരക്ഷിക്കാൻ, ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ. അതേപോലെ ഒരു മയ്യത്തിനെ സംരക്ഷിക്കാൻ, ഒരു മയ്യത്തിനെ സഹായിക്കാൻ എന്താണ് പരിഹാരം? അതാണ് ഈ പറയുന്നത്. ഖബറിൽ, മണ്ണറയിൽ ഒരു മയ്യത്തിനെ സംരക്ഷിക്കാനുള്ള പരിഹാരം ഒന്ന് അവന്റെ നമസ്കാരമാണ്. അവന്റെ മുകളിൽ നമസ്കാരം നിൽക്കുന്നു. മലക്കുകൾ ചോദിക്കാൻ വേണ്ടി വരുന്നു, അവന്റെ മുകളിലൂടെ തലയുടെ ഭാഗത്തുകൂടി വരുന്നു. അവന്റെ തലയുടെ ഭാഗത്തൂടെ മലക്ക് വരുന്നു. അപ്പോൾ നമസ്കാരം പറയും, ഞങ്ങളുടെ ഭാഗത്തുകൂടി ഈ ഖബറിലേക്ക് പ്രവേശനമില്ല, ഞങ്ങൾ ഈ സഹോദരനെ ചോദിക്കാൻ അനുവദിക്കുകയില്ല. പ്രവേശനമില്ല, ഇല്ല. പിന്നെ എങ്ങോട്ട് പോകും മലക്കുകൾ? എന്തായാലും ഖബറിലേക്ക് വരണം, ഖബറിൽ ചോദിക്കണം, ഈ വ്യക്തിയെ ചോദിക്കണം. അവന്റെ വലതു ഭാഗത്തുകൂടി മലക്കുകൾ പ്രവേശിക്കുകയാണ്. നോമ്പ് വിളിച്ചു പറയുകയാ, എന്റെ ഭാഗത്തുകൂടി, ഞങ്ങളുടെ ഭാഗത്തുകൂടി ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയേ ഇല്ല. നോമ്പ് പിടിക്കുന്നവർ, നോമ്പ് പിടിക്കുക. റജബ് മാസത്തിൽ ഒരുപാട് നോമ്പ് നിബിധങ്ങൾ പിടിച്ചിരുന്നു, ഷഅബാനിൽ പിടിച്ചിരുന്നു. റമളാൻ മാസത്തിന് വേണ്ടി തയ്യാറായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നോമ്പെടുത്തിരുന്നു റജബ് മാസത്തിൽ, ഷഅബാൻ മാസത്തിൽ. അപ്പൊ നമ്മൾ നോമ്പെടുക്കണം, തിങ്കളും വ്യാഴവും നോമ്പെടുക്കണം. അയ്യാമുൽ ബീദ് എല്ലാ മാസത്തിന്റെയും 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കണം. അങ്ങനെ നോമ്പെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്? ഈ നോമ്പ് മുഴുവനും ഖബറിന്റെ വലത് ഭാഗത്തിലുണ്ടാകും, ഖബറിന്റെ വലത് ഭാഗത്തിലുണ്ടാകും. എല്ലാവരും പോകട്ടെ, എല്ലാവരും പോകട്ടെ, മാഫി മുഷ്കിൽ, ഒരു പ്രശ്നവുമില്ല. മണ്ണറയിൽ നമുക്ക് സമാധാനം, മണ്ണറയിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണം. അതാണ് വലത് ഭാഗത്ത്, ഖബറിന്റെ വലത് ഭാഗത്ത് നമ്മുടെ നോമ്പുകൾ ഉണ്ടാകും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇത്. അപ്പൊ മലക്കുകൾ വലത് ഭാഗത്തു കൂടി കയറി വരും. സമരം ഇല്ല. ഇവിടെ ഈ സഹോദരന്റെ പരിസരത്ത് കൂടി ഞങ്ങൾ പാലം പണിയാനോ ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കാനോ ഞങ്ങൾ സമ്മതിക്കൂല. എല്ലാ നോമ്പും അവിടെ യുദ്ധം ചെയ്യാണ്, മലക്കളെ അങ്ങോട്ട് കയറ്റുകയില്ല. പിന്നെ മലക്കൾ എന്ത് ചെയ്യും? അവന്റെ ഇടതു ഭാഗത്തോടി മലക്കുകൾ പ്രവേശിക്കാൻ വരികയാണ്. അവൻ സാധുക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച സകാത്തിന്റെ വിഹിതമുണ്ടല്ലോ, ആ സകാത്ത് വിളിച്ചു പറയും അത്രേ, എന്റെ ഭാഗത്തോടി, ഞങ്ങളുടെ ഭാഗത്തുകൂടി ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇവൻ ദുനിയാവിൽ അവന്റെ സാമ്പത്തികമായ ഹക്ക് നിറവേറ്റിയവനാണ്. ദുനിയാവിൽ അവന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അവൻ നിറവേറ്റിയവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്. അതുകൊണ്ട് അവനെ ശിക്ഷിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇതിലേക്ക് വരാനും ഞങ്ങൾ സമ്മതിക്കൂല. പിന്നെ മലക്കൾ എങ്ങോട്ട് പോകും? കാലിന്റെ ഭാഗത്തേക്ക് പോകും. മുകളിൽ പറ്റൂല, വലത് പറ്റൂല, ഇടത് പറ്റൂല, തലയുടെ ഭാഗത്തൊന്നും പറ്റൂല. പിന്നെ എങ്ങോട്ടാ പോവാ? കാലിന്റെ ഭാഗത്തേക്ക്. അവന്റെ കാലിന്റെ ഭാഗത്തുകൂടി വരാൻ ശ്രമിക്കുമ്പോ ആ കാലിന്റെ ഭാഗത്ത് കൂടിക്കിടക്കുന്ന നന്മകൾ ഏതെല്ലാമാണ്? ഫിഅലുൽ ഖൈറാത്തി വൽ ഇഹ്സാനി വൽ മഅറൂഫി വസ്സിലാ. ഈ നന്മകൾ അവൻ കുടുംബ ബന്ധം ചേർത്ത നന്മകൾ, സാധുക്കളുടെ കണ്ണുനീരൊപ്പിയ നന്മകൾ, പാവപ്പെട്ടവർക്ക് അത്താണിയും അശരണർക്ക് ആലംബഹീനർക്ക് ആശ്വാസ കേന്ദ്രവുമായ ഈ മനുഷ്യൻ, ഈ നന്മകൾ മുഴുവനും ഇവന്റെ കാലിന്റെ ഭാഗത്ത് കൂടി കിടക്കുകയാണ്. ആ നന്മകൾ വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ ഭാഗത്തുകൂടെ ഈ മനുഷ്യനെ ചോദിക്കാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ മനുഷ്യനെ വേദനിപ്പിക്കുവാനോ ശിക്ഷിക്കുവാനോ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എന്ത് സുഖം, ഇത്ര ഒരു നന്മ ചെയ്തിട്ട് മരിച്ചുപോയാൽ എന്ത് സുഖം. അള്ളാഹു അങ്ങനെ മരിക്കാൻ തൗഫീഖ് തരട്ടെ, അങ്ങനെ നന്മകൾ ചെയ്ത് മരിക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ദൂരെ മാറി നിന്നിട്ട് മനുക്കൾ ചോദിക്കും അത്രേ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വന്നതാണ്.
ഓരോ ദാസന്മാരെ ഞങ്ങൾ ചോദിക്കേണ്ട ബാധ്യത ഞങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തോട് ഇരിക്കാൻ പറയും, ഒന്ന് എഴുന്നേക്കണം, ഒന്ന് ഇരിക്കണം. എന്നിട്ട് ചോദിക്കും വളരെ ലളിതമായ ശൈലിയിൽ, വളരെ വേഗത്തിൽ, ആരാണ് റബ്ബ്, ആരാണ് നബി, ഏതാണ് ദീന്, അതൊക്കെ വളരെ വളരെ ലളിതമായ രീതിയിൽ ചോദിക്കും. എല്ലാത്തിനും അദ്ദേഹം മറുപടി പറയും. എല്ലാത്തിനും അദ്ദേഹം മറുപടി പറയുമ്പോ മലക്കുകൾ വിളിച്ചു പറയും, വഅലാ ദാലിക ഹുയ്യിത വഅലാ ദാലിക മുത്താ വതുബ്അസു ഇൻഷാ അല്ലാഹ്. ഈ പരിശുദ്ധമായ വചനങ്ങളോടെയാണ് നീ ജീവിച്ചത്, ആ പരിശുദ്ധമായ വചനങ്ങളോടെയാണ് നീ മരിച്ചത്. വഅലാ ദാലിക ബുഇസ്ത ഇൻഷാ അല്ലാഹ് തുബ്അസു ഇൻഷാ അല്ലാഹ്. ഇനി ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും നീ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർന്നു വരിക. അതുകൊണ്ട് ഇനി നിന്നെ ശിക്ഷിക്കാൻ ഞങ്ങളില്ല. നീ ഉറങ്ങണേ, സ്വസ്ഥമായി ഉറങ്ങണേ. പുതുമണവാളനും മണവാട്ടിയും ഉറങ്ങുന്നത് പോലെ ഈ മണ്ണറയ്ക്കുള്ളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ ഈ മണ്ണറയിൽ നീ ഉറങ്ങണേ. മക്കളുടെ പരിപാടിക്ക് പോകും. പിന്നെ ആള് നല്ല ഉറക്കാൻ, ഒന്നും അറിയുന്നില്ല, പിന്നെ ഒന്നും അറിയില്ല. ഈ നന്മകൾ മുഴുവനും ആ ഖബറിലേക്ക് എത്തുകയാണ്. വെറുതെയാണോ നിസ്കരിക്കുന്നത്? ഇപ്പൊ നിസ്കാരം ഇല്ലാത്തവൻ എവിടേക്കാ പോവാ? നോമ്പെടുക്കാത്തവൻ എവിടേക്കാ പോവാ? സക്കാത്ത് കൊടുക്കാത്തവൻ എവിടേക്കാ പോവാ? കുടുംബ ബന്ധം മുറിച്ചവൻ എവിടേക്കാ പോവുക? കുടുംബ ബന്ധം മുറിച്ചിട്ട് മിണ്ടാവലി ഇബാദത്തും ഒക്കെ ആയിട്ട് നടക്കും, അവർക്കും ഒരു ഗുണമില്ല. കുടുംബ ബന്ധം മുറിച്ചിട്ട് ഇബാദത്തും ഒന്നുമില്ല, ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്നവർ സ്വന്തക്കാരെയും ബന്ധക്കാരെയും അവഗണിച്ചുകൊണ്ട്, അവരെ കണ്ടാൽ ചിരിക്കാതെ സംസാരിക്കാതെ, നമ്മൾ മരണപ്പെടാൻ തയ്യാറാണ്. ഞാൻ മരിച്ചാലും, ചില ആളുകളുടെ വാശിയാണ്, ഞാൻ മരിച്ചാലും എന്റെ മയ്യത്ത് അവനെ കാണിക്കരുത്. എത്ര വലിയ കടുപ്പ വാക്കുകളാണ്, എത്ര വലിയ കടുപ്പത്തിന്റെ വാക്കുകളാണ്. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടുണ്ടോ? ഞാൻ മരിച്ചാലും എന്റെ മയ്യത്ത് അവനെ കാണിക്കരുതെന്ന് പറയാൻ ആർക്കാണ് അവകാശം? ആർക്കാണ് അവകാശം? എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എത്ര വലിയ നന്മകൾ ചെയ്താലും മിണ്ടാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ ആ ഖബറിൽ നമുക്കൊരു ഗുണം ഉണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മഹ്ശറയിലേക്ക്, മണ്ണറ മുതൽ മഹ്ശറ വരെ എന്നൊക്കെ പറയുമ്പോഴേ, മഹ്ശറയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് പണിയുണ്ട്. ആ പണിയൊക്കെ തീർത്തിട്ട് പോയാൽ സന്തോഷമായിട്ട് മലക്കുകൾ വരും, ബെൻസുമായിട്ട് വരും. ഉയർത്തെഴുന്നേപ്പിന്റെ ദിവസം അതിലേക്ക് കയറ്റിയിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. അതില്ല എങ്കിൽ ചങ്ങലകളും കുന്തങ്ങളും ആയുധങ്ങളുമായി മലക്കുകൾ വരും. നമ്മളെ ഇടങ്ങറാക്കി കുത്തി വലിച്ച് കീറി വേദനിപ്പിച്ചു കൊണ്ടുപോകും. രണ്ട് പല കോലങ്ങളാണ്, പല കോലങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരായത്ത് ഇറങ്ങിയിട്ടുണ്ട്. ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് എടുക്കാനുള്ള പ്ലാനാണോ? ബക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ ഉസ്താദിന് പറഞ്ഞില്ല എന്ന് വേണ്ട, വേണമെങ്കിൽ ഒന്ന് എടുത്തു. ആളിലൊക്കെ ചിലപ്പോൾ എഴുന്നേറ്റൊക്കെ പോകുമ്പോൾ ആളുകൾക്കൊരു മനസ്സിനകത്ത് ടെൻഷനാണ്. ഇസ്മായിൽ ജബ്ബാർ സാഹിബ് അല്ലേ ഉണ്ട്, ഇവിടെ മുതൽ ബക്കറ്റ് ഇങ്ങനെ കറക്കി അവിടെ വരെ കൊണ്ടുവച്ചു. സംഭവം എങ്ങനെയാണത് പറയിപ്പിക്കാൻ അറിയിക്കാൻ വേണ്ടി എന്തായാലും ഒന്ന് എടുത്തോ. ഇൻഷാ അല്ലാഹ് നമ്മള് നല്ല നിയത്തോടു കൂടി എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഖബറിന്റെ ശാന്തിയും സമാധാനവും. എന്റെ കയ്യിൽ പൈസ ഞാൻ സാധാരണ എടുത്ത് വെക്കുന്നതാണ്, മറന്നുപോയി. ഒരു 100 രൂപ ഇട്ടോളി. നമ്മുടെ കാതറിച്ച 100 രൂപയുടെ പോക്കറ്റ് എടുത്തില്ല, എല്ലാ വണ്ടിയിലാണ്. അല്ലെങ്കിൽ നിങ്ങളെല്ലാരും ഈ വാളിന് വരുമ്പോൾ പേസ് മാറ്റി വെച്ചിട്ടേ വരുള്ളല്ലോ, അല്ലേ? എല്ലാവരും ഈ പേസ് മാറ്റി വെച്ചിട്ടേ വരുള്ളല്ലോ. സുഹൃത്തുക്കളെ, കാര്യമായി നമ്മൾ നല്ല നിയത്തോടെ ഈ 10 രൂപ 20 രൂപയുടെ അല്ലേ ദയവിച്ച് പ്ലീസ്. ഒരു 100 രൂപ ഇടാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട. ഇൻഷാ അല്ലാഹ് ഏറ്റവും കുറഞ്ഞൊരു 100 രൂപ എങ്കിൽ നമ്മൾ ഇടണ്ടേ. എന്താ ഈ 10 രൂപ 20 രൂപ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ഒരു മയ്യത്ത് പൊതിയാൻ വേണ്ടി വില കുറഞ്ഞ തുണി വാങ്ങാൻ നിങ്ങളുടെ മക്കൾ വന്നാൽ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങൾ സമ്മതിക്കോ? വില കുറഞ്ഞ തുണി വാങ്ങാൻ, ഒരു മയ്യത്ത് പൊതിയാൻ? വാപ്പ മരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല തുണിയും നല്ല അത്തറ് നല്ല നിലയിൽ വേണം നടക്കാൻ. വില കൂടിയ വസ്തുക്കളെ കൊണ്ടായിരിക്കും, എല്ലാം കൊണ്ടും. അതൊരു ദീനിന്റെ കാര്യം, ഒരു നല്ല കാര്യം, ഒരു നല്ല ഉദ്ദേശം, ഖബറിന്റെ നന്മയ്ക്ക്. ഇത്രയും നമ്മളിപ്പോ പറയുന്നതല്ലേ, ഖബറിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ്
നമ്മൾ ആ ഒരു നിയ്യത്തോടു കൂടി തന്നെയായിരിക്കണം. അൽഹംദുലില്ലാഹ് 3333 രൂപ ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നിയ്യത്ത് ഖബൂലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഏതൊരു ഉദ്ദേശമാണോ ഈ സദഖ കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലാഹു ആ സദഖ പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും ഈ നല്ല നിയ്യത്തിന് വേണ്ടി സദഖകൾ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ്, ഞാൻ പ്രസംഗം നിർത്തിയിട്ടില്ല കേട്ടോ, പ്രസംഗം നിർത്തിയിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഈ ബക്കറ്റ് വിരിവ് ഇടയ്ക്ക് വരുമ്പോൾ, ഞാനിപ്പോ ഇനി അടുത്ത് പറയാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബറിൽ നിന്ന് ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗങ്ങളാണ്. മണ്ണറ മുതൽ മഹശറ വരെ എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ അതാണല്ലോ, മണ്ണറ മാത്രം കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. മണ്ണറ മുതൽ മഹശർ വരെ അതിലിട്ടോ വെച്ചാ ഞാൻ ദ്വാരക്കാം, അതിലിട്ടോ 1000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ നീ ഖബൂലാക്കണേ അല്ലാഹുവേ, നീ ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ, നീ ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹുവേ, ആരോഗ്യം നിലനിർത്തണേ പടച്ചവനെ, ഇബാദത്തുകളിൽ നീ ആനന്ദം നൽകണേ അല്ലാഹുവേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ പ്രസംഗം നിർത്തിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോ ഒരു 10 മിനിറ്റ് നിങ്ങൾ പിരിച്ചാലും ചോദിച്ചാലും ഞാൻ കുറച്ചുകൂടെ പറയും, അല്ലതിൽ പറയണം എന്നുള്ളത് നമ്മുടെ നിയ്യത്താണ്. ഇപ്പൊ അവര് പറയുമ്പോ സംഘാടകർ ഇപ്പൊ അവരുടെ ജോലിക്കാരനും തൊഴിലാളിയായിട്ട് വന്നതല്ലേ നമ്മള്. അപ്പൊ മുതലാളി പറയുമ്പോ നമ്മള് കേൾക്കാതിരിക്കാൻ പറ്റൂലല്ലോ. പ്രസംഗ തൊഴിലാളികളാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങളിങ്ങനെ വരുമ്പോ ഞങ്ങളോട് പിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പിരിച്ചേ പറ്റുള്ളൂ, ലേലം വിളിക്കണം എന്ന് പറഞ്ഞാൽ ലേലം വിളിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ വലിയ പ്രശ്നങ്ങളാണ്, ഭൂരി പിടിച്ച് പെട്ടെന്ന് പോകാൻ പറ്റില്ല. കാസർഗോഡ് നമ്മുടെ നാട് വരെ പോകണമെങ്കിൽ 600 കിലോമീറ്ററാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാസ്പോർട്ട് ഇഖാമ എല്ലാം അവരുടെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ്, അതുകൊണ്ട് നമുക്ക് ഇൽമു പറയാന്നുള്ളത് നമ്മുടെ ഹക്ക്, നമ്മുടെ ദഅവത്തിൽപ്പെട്ട കാര്യമാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടെ പറയും. നമ്മള് മണ്ണറ മുതൽ മഹശറ ഏതാണ്, മഹശറയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇപ്പൊ കബറിൽ കിടന്നിങ്ങനെ കറങ്ങുകയാണ്. കുറെ കാര്യങ്ങളോട് അവിടെ പറയാനുണ്ട്. അല്ല ചുമ്മാ കൊണ്ടങ്ങ് മഹശറയിൽ കൊണ്ട് നിർത്താൻ പറ്റുമോ? വെറുതെ അങ്ങോട്ട് മഹശറ കൊണ്ടിടാൻ പറ്റുമോ ഹബീബേ? ഇന്ന് അങ്ങോട്ട് അടക്കിയിട്ട് നാളെ മഹശറ കൊണ്ടിടാൻ പറ്റുമോ? ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഉസ്താദേ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല പെട്ടെന്ന് അങ്ങനെ മഹശറയിൽ കൊണ്ടുപോയാൽ ശരിയാവൂല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാർക്കൊക്കെ പോകാം, സുഖമില്ലാത്തവരും ഷുഗർ പ്രഷറുകാരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. എല്ലാം വയസ്സായ ഉസ്താദന്മാരെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും ഒരു റാഹത്ത് ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിപാടി, നമ്മുടെ ഇതിന്റെ സംഘാടകർ അൽഹംദുലില്ലാഹ് 10ാമത്തെ വർഷം തിൽക അശറത്തുൻ കാമില, 10ാമത്തെ വർഷം അൽഹംദുലില്ലാഹ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയുള്ള നിയ്യത്തുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനികളായ നിങ്ങളിൽപ്പെട്ട നല്ലവരായ സഹോദരങ്ങൾ ഒരു 3000 രൂപ കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു 3333 ഒരു നല്ലൊരു നിയ്യത്താണ്. ഒരു 4444 ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേർക്കുള്ള ആ ഒരു നല്ല നിയ്യത്താണ്. മോനെ ഈ പിരിക്കുന്ന സമയത്ത് നീ ആ ലൈവ് ഒന്ന് ഓഫാക്കിയിട്. ഇവിടെ നമ്മൾ കിടന്ന് പിരിക്കുമ്പോ സ്ത്രീകളുടെ ഭാഗം എന്താണ് സഹോദരങ്ങളെ, ഞാൻ ദുആ ചെയ്യും. അല്ലാഹുവേ നീ ഖബൂലാക്കണേ പടച്ചവനെ. അൽഹംദുലില്ലാഹ് 3000 രൂപ മാഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ പടച്ചവനെ കരുണയുള്ള നാഥാ റഹ്മാനായ അല്ലാഹ്, ആ സഹോദരന്മാരുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ, വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ, പ്രയാസങ്ങളെ ദൂരീകരിക്കണേ റബ്ബേ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, ഖബറിൽ ശാന്തിയും സമാധാനവും നൽകണേ റബ്ബേ. ഭർത്താവിന് സുഖമില്ല, ദുആ ചെയ്യാൻ 1111 നാദാ. ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, ആ സഹോദരന്റെ ശാരീരികമായ മാനസികമായ രോഗങ്ങളെ പരിപൂർണമായി നീ ശിഫയാക്കണേ അല്ലാഹുവേ. ഈമാനോടെ മരണസമയത്ത് മരിക്കാൻ ഒരു സഹോദരൻ 2222 രൂപ. ഖബർ കേട്ടപ്പോ സഹോദരനെങ്കിലും ഒരു മാറ്റം ഉണ്ടായി. സഹോദരിയാണോ? ആ സഹോദരനൊന്നുമില്ല, സഹോദരിയൊന്നുമില്ല. അതാ പോട്ടെ. അൽഹംദുലില്ലാഹ് സഹോദരി ആയിക്കോട്ടെ. നല്ല നിയ്യത്ത് മാഷാ അല്ലാഹ്.
അതെന്തൊരു വലിയ മനസ്സാണെന്നറിയോ. ദുനിയാവും വേണ്ട, ഒന്നും വേണ്ട, മരിക്കുമ്പോ ഈമാനോടെ മരിച്ചാൽ മതിയല്ലോ. ഈമാനോടെ മരിച്ചാൽ ഇതെല്ലാടെ കിട്ടുമല്ലോ. ഖബറിലേക്ക് അങ്ങ് കിട്ടുന്ന സാധനമാണല്ലോ ഇതെല്ലാം. ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها عقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا. നാളെ മഹ്ശറയിലെ വിചാരണയെ ആഗ്രഹിക്കാത്തവർ, നാളെ മഹ്ശറയിൽ ഒരു വിചാരണയുണ്ടെന്ന് പോലും ചിന്തിക്കാത്തവർ, നാളെ മഹ്ശറ വൻസഭയിൽ അവന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യന്റെ കാഹളം, ആ സൂര്യന്റെ ചോട്, അതിലൂടെ മുങ്ങിത്താഴുന്ന മനുഷ്യന്റെ ആ ദയനീയമായ അവസ്ഥകളെ നാളത്തെ ദിവസത്തെ ചിന്തിക്കാത്തവനും വിശ്വസിക്കാത്തവർക്കും അവർക്കുള്ള ആയത്തുകളാണ് ഇത്രയും അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്. ഇന്ന യൗമൽ ഫസ്ൽ കാന മീഖാതാ. ആ ഒരു മഹ്ശറ എന്ന് പറയുന്ന മഹാസമ്മേളനം അത് സംഭവമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് നിശ്ചിതമാണ്, അത് പടച്ചവന്റെ തീരുമാനമാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറന്ന കാഹളത്തിലൂടെ ഊത്തൂതപ്പെടുമ്പോ മലക്കു ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഭയാനകത നിറഞ്ഞ ഊത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കിടക്കുന്നവരെല്ലാം ഫതഅതൂന അഫ്വാജാ, കൂട്ടം കൂട്ടമായി എഴുന്നേറ്റ് വരികയാണ്, കൂട്ടത്തോടെ എഴുന്നേൽക്കുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്, ഓടി വരികയാണ്. എവിടേക്ക്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനീ അൻ ഹാദിഹിൽ ആയാ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറന്ന കാഹളത്തിൽ ഓതപ്പെടുമ്പോ കൂട്ടം കൂട്ടമായി ജനങ്ങളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരപ്പെടുമെന്ന് അല്ലാഹു ഈ ആയത്തിറക്കിയിരിക്കെ നബിയേ അതിന്റെ അർത്ഥമൊന്ന് അറിയിച്ചു തരുമോ? അതിന്റെ യാഥാർത്ഥ്യമെന്ന് പറയുമോ? അതിന്റെ മാന എന്താണ്? അതിന്റെ വ്യാഖ്യാനം എന്താണ്? ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാൻ ശദീദാ ഹത്താ ബതല്ലത് ലിഹ്യതുഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഈ ആയത്തിന്റെ അർത്ഥം അറിയാൻ വന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. നിർത്താത്ത കരച്ചിലാണ്, കണ്ണുനീരുകൊണ്ട് ശരീരം കുതിരുകയാണ്, വസ്ത്രം കുതിരുകയാണ്, തന്റെ മുബാറക്കായ ദാടി രോമങ്ങളിലൂടെ താഴേക്ക് ഇറ്റിറ്റ് വീഴുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഈ ആയത്തിന്റെ അർത്ഥം കേട്ടുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കരഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബലിനോട് പറയുകയാണ്, യാ മുആദ് സഅൽത അൻ അംറിൻ നളീം, നീ
ചോദിച്ചതൊരു വല്ലാത്ത ചോദ്യമാണ് മുആദ്. നീ ചോദിച്ചതൊരു വല്ലാത്ത ചോദ്യമാണ് മുആദ്. അതേ മുആദേ, എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് 12 കോലങ്ങളിലാണ്, 12 വിഭാഗങ്ങളായിട്ടാണ്. ഓരോ വിഭാഗങ്ങളും പല പല കോലത്തിലാണ് മുആദ്, പല കോലത്തിലാണ് മുആദ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ കോലത്തെ ഓർത്തിട്ടാണ് ഹബീബായ തങ്ങൾ കരഞ്ഞത്. റസൂൽ കരഞ്ഞുപോയി. 12 ഭാഗങ്ങളായി, വിഭാഗങ്ങളായി മണ്ണറയിൽ നിന്ന് മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. പന്നിയുടെ കോലത്തിലുള്ള രൂപമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. യുബഅസൂന ഫീ ഖുബൂരിഹിം, ഒരു കൂട്ടരെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഫീ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ രൂപത്തിലാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. പന്നികളുടെ കോലത്തിൽ ഒരു വിഭാഗം ആളുകളെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നബിയേ, നബിയേ, അതിനുള്ള കാരണം എന്താണ് യാ റസൂലല്ലാഹ്? അതിനുള്ള കാരണം എന്താണ് യാ ഹബീബല്ലാഹ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാത്ത തലകളാണ്, അവരുടെ കോലം മറിക്കപ്പെടുകയാണ്, അവരുടെ മുഖത്തിന്റെ ഭാവം മാറ്റപ്പെടുകയാണ്. പടച്ച തമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെടുമ്പോ, യുവാക്കളെ, യുവതികളെ, നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധരായിക്കൊണ്ട് ദുനിയാവിൽ കഴിഞ്ഞുകൂടുമ്പോ നാളെ മഹ്ശറാവൻ സഭയിലേക്ക് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത് ഫീ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ രൂപത്തിലാണ്, പന്നികളുടെ കോലത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. കോലം മറിക്കപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ നാഥാ. നാളെ മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോ ഇവിടെ നമ്മുടെ മയ്യത്തടക്കുന്ന സമയത്ത് നല്ല അവസ്ഥയിലാണ് മയ്യത്തടക്കുക. മൂക്കില് പഞ്ഞി വെച്ച് താടി കൂട്ടിക്കെട്ടി കർപ്പൂരവും സുഗന്ധദ്രവ്യങ്ങളും പൂശിക്കൊണ്ട് സന്തോഷത്തോടെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന മയ്യത്ത്, അത് നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളെ ഉയർന്നു വരുന്നത് പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ കോലത്തിലാണ്. അല്ലാഹ്, അതിനുള്ള കാരണം എന്താണ്? ഹബീബായ തങ്ങളെ ഓർത്തുകൊണ്ടാണ് കരഞ്ഞുപോയത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവരുടെ തല അല്ലാഹുവിനു വേണ്ടി കുനിക്കാത്തവരത്രേ. സുജൂദ് ചെയ്യൂല. നമ്മളെയൊക്കെ ആരെങ്കിലും പന്നി എന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഖിൻസീർ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ? അറബികളെ ഖിൻസീർ, കൽബ്, പട്ടി എന്നൊക്കെ വിളിക്കുന്ന രംഗം നാലിച്ച് അറബികൾ. കൽബ്, ഹിമാർ എന്നൊക്കെ വിളിക്കാറില്ലേ? അതേപോലെ ഖിൻസീർ, പന്നി. പന്നിയുടെ കോലത്തിൽ എഴുന്നേറ്റ് ഒരു ഖബർ, നഊദു ബില്ലാഹ്, ചിന്തിക്കാൻ പോലും കഴിയില്ല. അല്ലാഹ് നിഷിദ്ധമാക്കിയ സാധനമാണ്. തിന്നാനോ തൊടാനോ അതിനെ കാണുമ്പോൾ തന്നെ ഈ ഉമ്മത്തിനൊരു നികൃഷ്ടതയാണ്. അതിനെ കാണുമ്പോൾ തന്നെ പന്നി. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് പന്നിക്കുന്നിലാണ്. ആ സ്ഥലത്തിന്റെ പേര് പന്നിക്കുന്നാണ്. പന്നി അപ്പൊ പേര് തന്നെ. എന്നിട്ട് അവർ ആ പേര് മറ്റേ ജബലുൻ നൂർ എന്നാക്കി. മാഷാ അല്ലാഹ്, അപ്പൊ ജബലുൻ നൂർ എന്നാക്കി, നല്ല പേരാക്കി, നൂറ് കൊണ്ട്. കാരണം അവിടെ മൊത്തം ഉൽമത്തായിരുന്നു, ഇരുട്ടായിരുന്നു. അപ്പൊ അങ്ങനെ പന്നികളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു കുന്നായിരിക്കാം. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇപ്പൊ ജബലുൻ നൂറാക്കി. നൂറിന്റെ പർവ്വതം, നൂറിന്റെ പർവ്വതം, പ്രകാശത്തിന്റെ പർവ്വതം. അവിടെയൊക്കെ മസ്ജിദും മദ്രസകളും ഒക്കെ വന്നപ്പോ അവിടെ വലിയ പ്രകാശമായി മാറി. അപ്പൊ പന്നിയുടെ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നബിതങ്ങളുടെ ഉമ്മത്തുകളെ അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജിബ്രീൽ പറഞ്ഞത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കരഞ്ഞുപോയത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാവിലെ കൊണ്ടുപോയപ്പോ ഒരു വിഭാഗം ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ്. നബിയേ, അവരിലേക്കൊന്ന് നോക്കണേ ഹബീബേ. ആരാണവർ? ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് ഹബീബായ തങ്ങളെ കൊണ്ടുപോവുകയാണ്. അവരുടെ തല വലിയ പാറക്കല്ല് കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. അങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. വീണ്ടും അതേപോലെ വീണ്ടും അതേപോലെ പഴയതുപോലെ രൂപപ്പെടുത്തുകയാണ്. പിന്നെയും എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം
അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണിച്ചു കൊടുത്തപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ് മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ കൂട്ടർ, ആരാണ് ജിബ്രീലേ കൂട്ടർ? ഹൗലായി മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, നബിയേ ഇതവിടുത്തെ ഉമ്മത്തികളാണ് നബിയേ. ഹൗലായി الذين تتثاقلت رؤوسهم عن الصلاة, നമസ്കാരത്തിന് വേണ്ടി തലകുനിക്കാത്തവരാണ്, നമസ്കരിക്കാൻ വേണ്ടി തലകുനിക്കാത്തവരാണ്. തലകുനിക്കുമ്പോൾ അവരുടെ തലയിൽ ഒരു ഭാരം കല്ലുപോലെ, ഒരു ഭാരം ഏറ്റിവെച്ചതുപോലെ വലിയ ഒരു ഭാരം അനുഭവപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ തലയാണ് അടിച്ചു പൊട്ടിക്കുന്നത്. വീണ്ടും അത് രൂപപ്പെടുത്തുകയാണ്, വീണ്ടും അടിച്ചു പൊട്ടിക്കുകയാണ്. എത്ര വർഷം അവൻ നമസ്കരിക്കാതിരുന്നിട്ടുണ്ടോ, എത്ര വഖത്ത് നമസ്കാരം അവൻ പാഴാക്കിയിട്ടുണ്ടോ, അതിന്റെ മുഴുവൻ ശിക്ഷകൾ തീരുന്നത് വരെ ഈ മനുഷ്യനെ നാളെ നരകത്തിലിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്ന രൂപമാണ് മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ എന്ന മാലാഖ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയത്, നമസ്കാരമില്ലാത്ത എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നത് പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ രൂപത്തിലാണ്. നഊദു ബില്ലാഹ്. ഇനിയെങ്കിലും നിസ്കാരം നിലനിർത്തണം. ഇത്ര നാള് നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ പോയി പൊരുത്തം ചോദിക്കണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മളത് ഖളാ വീട്ടണം, തൗബ ചെയ്ത് ഖളാ വീട്ടണം. ഇനി ഇല്ല പടച്ചവനെ, ഈ മുസ്ലിമായി എന്നെ നീ ജീവിപ്പിച്ചു, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. മരണപ്പെട്ടതിന് ശേഷം മുസ്ലിമായി തന്നെ ഈമാനോടുകൂടി നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണേ അല്ലാ എന്ന നല്ല നിയ്യത്തോടുകൂടി ഈ റജബിന്റെ മാസം മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നമസ്കാരം നിലനിർത്താൻ ആരംഭിക്കണം, തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരം നിലനിർത്താതെ കണ്ട് നമ്മൾ എത്ര നമുക്ക് വേണ്ടി ആര് മയ്യത്ത് നിസ്കരിച്ചാലും ഒരു രക്ഷയില്ല ഹബീബേ. ഖബറിനകത്തടങ്ങ് അടിയൊന്നും ആരും അറിയുന്നില്ല. സംഭവം എല്ലാം കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചിരിച്ചിരിക്കും. നിസ്കാരം ഇല്ലാത്ത ചിരിച്ചു കിടക്കുന്ന കണ്ട ഓന് നിസ്കാരം ഇല്ലെങ്കിലും ഓൻ ചിരിച്ച് മരിച്ചത്. മലക്കട കൊത്തുകൊണ്ട് കരഞ്ഞപ്പോ ഞാൻ ചിരിച്ചതുപോലെ ആയതാ, അല്ലാതെ ചിരിച്ചൊന്നുമല്ല. മലക്കള് കൊളുത്തിട്ട് വലിച്ച സമയത്തെ അങ്ങനെ ആയിപ്പോയതാണ് സംഭവം, അല്ലാതെ ചിരിച്ചൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ച് ചിരിച്ചാണെന്ന്. അത് നിസ്കരിക്കാത്തവനെ ചിരിപ്പിച്ച് അല്ലാഹ് മരിപ്പിക്കുമോ? എന്താ ഈ പറയുന്ന കോലം? നിസ്കാരമില്ലാത്തവനെ കാവറാണെന്ന് ഇതിനകത്തുള്ളത്. പിന്നെ ഇവനെങ്ങനെ മരണം, ഇവന്റെ മരണം എങ്ങനെ? അത്രയും കാലം ഇവൻ ഈ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമേ അല്ലാഹ് ഇവനെ സ്വർഗത്തിൽ കയറ്റും. ഇത്രയും കാലം അനുഭവിക്കണം. പോലീസിന്റെ ഒരു അടി കൊള്ളാൻ കെപ്പില്ലാത്ത നമുക്ക് മലക്കട അടി കൊള്ളാൻ വല്ല കഴിവുണ്ടോ ഹബീബേ? അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിയ്യത്ത് ചെയ്ത് റജബ് മാസമായി പള്ളിയിൽ കയറി സുബഹി മുതൽ ഇൻഷാ അല്ലാഹ് പള്ളിയുടെ സഫ് അധികരിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ വാള് കൊണ്ടൊന്നും പുണ്യില്ല, സത്യം പുണ്യില്ല. എന്തിനാ ഈ വാള്? നിസ്കാരമില്ല, ഇബാദത്തില്ല, സംഘാടകർക്ക് നിസ്കാരമില്ല, ഒന്നുമില്ല. വാള് കഴിഞ്ഞിട്ട് അവർ പോയി കിടന്നുറങ്ങും. വാള് പറയുന്ന മൊയ്ലിയാര് അതിനേക്കാളും ഉറക്കം. സുബഹി നിസ്കാരമില്ല, ഒന്നുമില്ല. പിന്നെന്തിനീ വാള്? വാളെന്തിനു സംഭവിച്ചേ? വാളിന്റെ സംഭവമാണ് കണ്ടത്. ഇല്ലേ? അത് മാത്രമല്ല, സ്കരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നാളെ മഹ്ശറിലേക്ക് പോകാൻ കഴിയില്ല. മഹ്ശറിലേക്ക് ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ എങ്ങനെയാണ് നിങ്ങളെ തിരിച്ചറിയുക? കോടാനുകോടി ജനങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ അനസ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ സെർവന്റ് ആയിരുന്നു, ഖാദിമ, ജോലിക്കാരൻ. അനസ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി ചോദിച്ചു, നബിയേ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ നബിയേ, ശഫാഅത്ത് ചെയ്യണേ നബിയേ. കുറെ നാളെ ഖിദ്മത്ത്. കാരണം നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ വലിയ സമ്പന്നന്മാർക്ക്, പൈസക്കാർക്ക്, മന്ത്രിക്ക്, MLA ക്കൊക്കെ നമ്മ ഖിദ്മത്ത് ചെയ്താണ്. ആ ഹാദിമിന്റെ പേരാണ് PA, പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവന്റെ PA ആണ്, അവന്റെ PA ആണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് എവിടെയും കയറിപ്പോ ഈ മന്ത്രി ഇരിക്കുന്ന മുറിയിൽ, രാജാവ് ഇരിക്കുന്ന മുറിയിൽ, പ്രധാനമന്ത്രിയുടെ മുറിയിൽ, മുഖ്യമന്ത്രിയുടെ മുറിയിൽ അദ്ദേഹത്തിന്റെ PAക്ക് അദ്ദേഹത്തിന് കയറിപ്പോകാം. പിന്നെ അദ്ദേഹം പറയുന്നത് പോലൊക്കെ കേൾക്കുകയും ചെയ്യും. ചിലപ്പോ ഒഴിവ് കിട്ടുന്ന സമയത്ത്, സാറേ എന്റെ ഒരു പെങ്ങൾക്ക്, പെങ്ങളുടെ കുട്ടിക്ക് ഒരു ജോലി ശരിയാക്കി തരണേ സാറേ, ആളുടെ അഡ്രസ്സും എല്ലാം കൊണ്ടുവരാം, ശരിയാക്കി തരാം. PA പറഞ്ഞപ്പോ ക്ലിയർ ആയില്ല സംഭവം. അതേപോലെ നബിതങ്ങൾക്ക്
10-11 വർഷക്കാലം ഖിദ്മത്ത് ചെയ്ത ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, മഹ്ശറ വൻസഭയിലേക്ക് ജനങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, എന്നെ മറന്നു പോകുവോ നബിയേ? എനിക്ക് വേണ്ടി ഒരു ശഫാഅത്ത് ചെയ്യുമോ? അതിന് നീ ഇപ്പൊ എത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ശഫാഅത്ത് ചെയ്യൂലേ, പിന്നെന്താ? അനസേ ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് കിട്ടിയിരുന്നെങ്കിലേ, ഇങ്ങനെങ്ങാണ് ഒരു വാക്ക് നിബിധങ്ങൾ നമുക്ക് തന്നാൽ നമ്മളെ നാളെ മുതൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി നിസ്കരിക്കൂല. കാരണം എന്താ? നമുക്ക് അല്ലാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യാമെന്ന് നിയത്ത് ചെയ്തിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് നമുക്ക് ഇനി നിസ്കാരമൊന്നും വേണ്ട, ഇനി ക്രിക്കറ്റ് കളി. ഹോളി പോലെ ഉള്ള കളറും വാരിയിട്ട് ഉള്ള ആർക്കണ്ടവും ചാലക്കണ്ടവും കോമൂത്രവും വാരി ഒഴിച്ച് സ്കൂളിലൊക്കെ എന്തൊക്കെ ഈ തമ്മാടിത്തരം കാണിക്കുന്ന കുട്ടികൾ, എന്നിട്ട് അടി ഇടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാണ്. പാപ്പായി മക്കൾ എന്താ തെമ്മാടിത്തരങ്ങളാ! എന്റെ പൊന്നു സഹോദര, നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ അടിക്കാൻ പോകുന്ന മക്കൾ തലതിരിഞ്ഞ സാധനം, വിസ്മയമില്ലാത്ത സൈസുകൾ. ഇതിനെയൊന്നും വിസ്മയമില്ലാതെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ കോലങ്ങളായി പോയത്. അധ്യാപകന്മാരെ, ഹരീശ്രീ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ, നിനക്ക് ആ എന്ന അക്ഷരം പഠിപ്പിച്ചിരുന്ന അധ്യാപകന്മാരെ അടിക്കാൻ പോവാണ് ഇന്നത്തെയൊക്കെ ദിവസത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങൾ. എന്തപ്പ ഇത്? എവിടെ ഇവ നന്നാവുന്ന ഈ പറഞ്ഞത്? എന്ത് ഗുരുത്വം വിറ്റ് അപ്പം തന്നെ നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കാണ്. ശിഷ്യം പോയിട്ട് ടീച്ചറെ പ്രേമിക്കുന്നത്. എന്ത് കാലൊക്കെ പടച്ചവരെ, ഇത് എന്ത് കാലപ്പാ അബീവേ! ഒരു ചങ്ങാതി എടുത്ത് ചോദിച്ചും പറയണ കണക്കെന്താ? ഈ കണക്ക് സാർ, എന്റെ കണക്ക് സാറ് ഗർഭിണിയായിരുന്നു. ഞങ്ങള് കണക്ക് പഠിക്കുമ്പോ വയറിലോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്, ബോഡി നോക്കാറില്ല. ഒരു ചങ്ങാതി പറയാ, ഒരു സർവ്വസാധാരണമായിട്ട് പറയാ, ടീച്ചർമാരെ എങ്ങനെയാ ഒന്ന് ആലോചിച്ചു, ഇവനെങ്ങനെ ഗുരുത്വം കിട്ടും? എങ്ങനെയാ ഗുരുത്വം കിട്ടുക? ഇവരെ കൊണ്ടുപോയി നമ്മുടെ അധ്യാപകന്മാരെ അറസ്റ്റ് ചെയ്ത് വെക്കുക, റൂമിൽ പൂട്ടിയിടുക. അധ്യാപകന്മാരിരിക്കുന്ന കസേരയില് കോമ്പസ് കൊണ്ട് കുത്തി വെക്കുക. കോമ്പസ് അടിയിലോട്ട് ഇരിക്കും. പെട്ടെന്ന് സാറ് കണക്ക് പഠിപ്പിച്ചു. ചാന്ദ്രയനിലേക്ക് സാർ എത്തി. അവിടെ ബബിൾക്കം വന്നിട്ട് കൊണ്ടുപോയി ഒട്ടിച്ചേക്കാം. ബബിൾക്കം മുണ്ടെടുത്തിട്ട് വരുമ്പോ ഒരു മുണ്ട് അതിലായി, ഒരു പീസ് അതിൽ, ഒരു പീസ് കൂട്ടത്തില്. എത്ര തെറിച്ച പിള്ളേര്, അതവില്ലാത്ത പിള്ളേര്. മദ്രസയിലൊന്നും അതില്ലാത്തത് ഹൈറായി. അതാണ് ആ മദ്രസയിൽ അതബ് പഠിപ്പിക്കുന്നത്. ഉസ്താദന്മാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഇതുവരെയ്ക്കും ഇല്ല. ഇനി അള്ളാഹു അലം, ഇനി വിസ്മയമില്ലാത്ത കൗമുകളെങ്ങാനും മദ്രസയിൽ വരാൻ തുടങ്ങിയാൽ അവനും ഇതേപോലെയൊക്കെ ചെയ്യും. ഇങ്ക് മഷി കൊടയും, ഇങ്ക് കൊടയും, മഷിപ്പേന. സാറന്മാര് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ പുറകിലെ കൊടയും. വീട്ടിൽ പുറയിൽ പോകുമ്പോ ഭാര്യ നോക്കുക, അതെന്താ പെങ്ങളുടെ ഉടുപ്പിന്റെ പിന്നാലെ മൊത്തം മഷി. ആ തെറിച്ച പിള്ളേര് ചിലപ്പോൾ ഒഴിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ സാറന്മാരെ വേദനിപ്പിക്കുന്ന വിദ്യാർത്ഥികള് അതവില്ല, അവർ രക്ഷപ്പെടുകയില്ല. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ മക്കളൊന്നും ചിന്തിക്കാത്തത് ഇതൊക്കെ. എന്തിനാണ് ഈ സ്കൂളിൽ വിടുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി സാറെ പൊരുത്തം വാങ്ങിപ്പോകണം? നമ്മളൊക്കെ ദർസി പഠിക്കുമ്പോൾ, നമ്മളൊക്കെ മുത്തഅല്ലിമായിട്ട് മദ്രസയിൽ നിന്ന് സനത് വാങ്ങുന്ന സമയം 8 വർഷം പഠിച്ചു, 10 വർഷം പഠിച്ചു. ഇന്ന് സനത് വാങ്ങുവാൻ വിഷമാണ്, പ്രയാസമാണ്. ക്ലാസ് ദർസ് പഠിക്കുന്ന സമയത്ത് ഓരോ തൂണിലും ചാരിയിരുന്ന് പഠിച്ച ഓരോ തൂണിന്റെ അരികിൽ പോയി നിന്ന് കരയും. പടച്ചവനെ, ഞാൻ മീസാൻ ഓതിയ സമയത്ത് ഈ തൂണിൽ ചാരിയിരുന്നിട്ടാണ്, ഞാൻ ബുഖാരി ഓതിയ സമയത്ത്, ഞാൻ ജലാലൈനി ഓതിയ സമയത്ത് ഈ ഭിത്തിയിൽ ചാരിയിരുന്നിട്ടാണ് ഞാൻ വിട പറയുകയാണ്, ഞാൻ പോവുകയാണ്. ഞാൻ ഇനി എങ്ങോട്ടാണ്? എന്റെ 7 വർഷം 8 വർഷം കാലയളവിൽ എന്റെ ഇവിടുത്തെ പഠനം എത്ര റാഹത്തായിരുന്നു. എന്റെ ജീവിതം ഒരു മുത്തഅല്ലിമായി, ഒരു സ്റ്റുഡന്റായി, ഒരു വിദ്യാർത്ഥിയായി ഞാൻ ഇവിടെ നടന്നത് എന്ത് സന്തോഷമായിരുന്നു. ഇന്ന് ഞാൻ സനത് വാങ്ങുകയാണ്. ആ സനത് വാങ്ങുന്നതിന്റെ തലേ ദിവസം ഉസ്താദുമാരെ പോയി റൂമിൽ പ്രത്യേകമായി കാണും. സലാമു അലൈക്കും ഉസ്താദ്, പൊരുത്തം തരണം. 8 വർഷം പഠിപ്പിച്ച ഉസ്താദ് ഒരുപാട് അടിച്ചു കാണും, ഒരുപാട് പട്ടിണി കിട്ടു കാണും, ഒരുപാട് പീഡിപ്പിച്ചു കാണും, വെളിയിൽ ഇറക്കി നിർത്തി കാണും, വെയിൽ കൊള്ളിപ്പിച്ചു കാണും. അതൊക്കെ സംഭവിച്ചത് തന്നെ. പക്ഷേ ആ 7ാമത്തെ വർഷം നാളെ സനത് വാങ്ങുമ്പോ ഉസ്താദെ മാപ്പ് ചെയ്യണം, ഉസ്താദെ മാപ്പ് ചെയ്യണം. എത്ര ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുണ്ട്? ആ ഉസ്താദുമാരോട് പോയി മാപ്പ് ചോദിച്ചിട്ടാണ് പിറ്റേ ദിവസം ആ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് സനത് വാങ്ങുന്നത്. നീ പോയി ദഅവത്ത് ചെയ്തോ, നീ പോയി ഇമാമത്ത് നിന്നോ, നീ പോയി മുദർരിസായിക്കോ, നീ പോയി മുഅല്ലിമായിക്കോ എന്ന് അവരുടെ മനസ്സുകൊണ്ട് സന്തോഷത്തോടുകൂടി തന്നുവിടുന്ന ആ ഒരു ഷഹാദ, ആ ഒരു സമ്മതപത്രം, ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതല്ലാതെ നിന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച സാറന്മാരുടെ മേൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കളറും കോരിയൊഴിച്ച് അവരെ ചെരുപ്പൂരി അടിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് ആ സാറിന്റെ മനസ്സ് നൊന്താണ് ഈ വിദ്യാർത്ഥി മിത്രങ്ങളെ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ജീവിതകാലത്തിലൊന്നും നീ ഗുണം പിടിക്കാൻ പോകുന്നില്ല.
ജീവിതകാലത്ത് ഗുണം പിടിക്കൂല. അത് ഏത് ഹിന്ദു സാറായാലും ശരി, ക്രിസ്ത്യാനി സാറായാലും ശരി, ഇനി ഏത് സാറായാലും ശരി, മുസ്ലിമായ സാറായാലും ശരി, നിന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ കാലിൽ വീണ് നീ പൊരുത്തം ചോദിക്കണം. എന്നാലേ നിനക്ക് ഭാവിയിൽ വിജയമുണ്ടാവും. ഇവിടത്തെ സ്കൂളിൽ നടന്ന സംഭവം എന്താ? നമ്മുടെയൊക്കെ സ്കൂളിൽ എന്താ? മുസ്ലിം സ്കൂളിൽ പോലും കഞ്ചാവ് കച്ചവടം. മുസ്ലിം സ്കൂളുകളിൽ പോലും നമ്മൾ വിശ്വസിച്ച് മുസ്ലിം സ്കൂളിൽ നമ്മുടെ മക്കളെ വിടാൻ പറ്റോ? നമ്മുടെ ഇപ്പൊ ഇരുട്ടിച്ച പോയാ അവിടെ ഉണ്ടാ അങ്ങേരെ എന്നും ഇതെടുത്തിട്ട് ഇത് തന്നെ സമരം. ഇയാൾക്ക് ഇത് തന്നെ സമരം. എപ്പൊ നോക്കിയാലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇത് തന്നെ. അയാൾക്ക് പിന്നെ കഞ്ചാവ് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കും ആൾക്കാർ. കഞ്ചാവിനെതിരെ പടവരുത്. അങ്ങേരെ എങ്ങനെയുള്ള കഞ്ചാവ് കൊടുത്ത് കിടത്താനുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇതിനു വേണ്ടി ശബ്ദിക്കാണ്. ഓരോ സ്ഥലത്ത് ഓരോ ഏരിയയിലും പോകുമ്പോൾ നമ്മുടെ ഉമ്മത്താണ്, നമ്മുടെ മുസ്ലിം ഉമ്മത്തുകളാണ് ഇതിന്റെ പിന്നിൽ അടിമകളായി കഴിയുന്നത്. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളാണ് ഈ മഹാവിപത്തിനെ തഴുകി തലോടിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ ഉണരണം. ഇതൊന്നും വാളുകൊണ്ട് മാത്രം തീരുകയില്ല. അദ്ദേഹം ഇതിനു വേണ്ടി പാടുപെടുകയാണ്. പാപം ഇരട്ടി മുഹമ്മദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ രൂപവും ശൈലിയും ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ചിരി വരും. പക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഗദ്ഗതത്തോടുകൂടി ഞാൻ താമസിക്കുന്ന റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഓരോ അവസ്ഥകൾ ശരിയാണ്. ഞാനും മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്ക്. ആ സമയത്ത് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, എനിക്ക് ആരെയും പേടിയില്ല, എന്റെ റബ്ബിനെ അല്ലാതെ എനിക്ക് പേടിയില്ല. മാഷാ അല്ലാഹ്, ആ ഒരു വാക്ക് ഒരു മഹത്തായ ഒരു വാക്കാണ്. അവിടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോവയും കൂട്ടർ ഓടിച്ചപ്പോൾ പറഞ്ഞ വാക്ക് ഇന്ന റബ്ബി മഈ സയഹ്ദീൻ, എന്റെ റബ്ബി എന്റെ കൂടെ ഉണ്ട്, അല്ലാഹ് എനിക്ക് വഴി കാണിച്ചു തരും. മൂസ വിജയിച്ചു, ഫറോവ പരാജയപ്പെട്ടു. അതാണ് വിജയം. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളിവിടെ സംരക്ഷിക്കണം, നോക്കണം. സ്കൂളിലേക്ക് രാഷ്ട്ര പരീക്ഷയ്ക്ക് വിടുമ്പോ പറയണം, മോനെ സ്കൂളിൽ പോയി വഴക്കുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ നിൽക്കരുത്. പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ നീ വീട്ടിലേക്ക് മടങ്ങി വരണം. സാറന്മാരുടെ പൊരുത്തം വാങ്ങണം. ഇതൊക്കെയാണ് ഉസ്താദുമാരോടുള്ള പൊരുത്തം എന്ന് പറഞ്ഞത്. എന്നാലേ നമുക്ക് ഗുരുത്വം കിട്ടുള്ളൂ. ആ ഗുരുത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ നമുക്ക് ദഅവത്ത് ചെയ്യാനും നമുക്ക് ജനങ്ങളുടെ മുന്നിൽ ഒരു നിലയും ഒരു വിലയും ഉണ്ടാകാൻ ഇതൊക്കെയാണ് ഒരു കാരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബഹുമാനമുള്ള സഹോദരങ്ങളെ, 10-40 ദിവസം നമുക്ക് അവധിയുണ്ട്. നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു വെക്കേഷൻ ക്ലാസ് കൊടുത്ത് മദ്രസകളിൽ കൊണ്ട് നമസ്കാരം പഠിപ്പിക്കണേ, ഖുർആൻ പഠിപ്പിക്കണേ, ഹദീസ് പഠിപ്പിക്കണേ, ഇൽമു പഠിപ്പിക്കണേ. ഇൽമു പഠിപ്പിച്ചുകൊണ്ട് അതബുള്ളവരാക്കി മാറ്റണേ. എന്റെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്ത ദുആയാണ് അല്ലാഹുവിന്റെ ദർബാറിൽ സ്വീകാര്യമായത്. അതുകൊണ്ട് നാളെ നമസ്കാരമില്ലാതെ മരണപ്പെട്ടു പോയാൽ ആ ഖബറിൽ കിടന്ന് കാലങ്ങളോളം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യാം. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ട് പുറകോട്ട് പോയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, ഐന തുലുബുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നാളെ മഹാസമ്മേളനമാണ്, ഈ ലോകത്തെ കോടാനുകോടി ജനങ്ങളെയും മൃഗങ്ങളെയും പക്ഷിപർവാദികളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹാസമ്മേളന നഗരയിൽ ഐന അത്ലുബുക യാ റസൂലല്ലാഹ്, ഐന അത്ലുബുക യാ റസൂലല്ലാഹ്, അങ്ങേ ഞാൻ എവിടെയാണ് അന്വേഷിക്കുക നബിയെ? എവിടെയാണ് അന്വേഷിക്കുക നബിയെ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അനസേ ഉത്ലുബ്നി അവല മാ തത്ലുബ്നി ഇൻദ സിറാത്ത്, ആദ്യമായി നീ എന്നെ അന്വേഷിക്കേണ്ട സ്ഥലം സിറാത്തിന്റെ ഓരത്താണ് അനസേ. എന്റെ ഉമ്മത്തികൾ സിറാത്ത് എന്ന പാലത്തിലൂടെ കയറുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകും. അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യും, പടച്ചവനെ അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമ ഉമ്മത്തി അല സിറാത്തിൽ മുസ്തഖീം. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളുടെ സിറാത്ത് എന്ന പാലത്തിലൂടെ എന്റെ ഉമ്മത്തികളുടെ പാദങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് എന്റെ ഉമ്മത്തികളെ നീ വഴുതി വീണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളിയിടരുതേ പടച്ചവനെ. എന്റെ ഉമ്മത്തികളുടെ പാദത്തെ നീ സിറാത്ത് എന്ന പാലത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി എന്റെ ഹബീബായ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഈ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധിക്കരിച്ചുകൊണ്ട് നബി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റാതെയും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലാതെയും ഹബീബായ തങ്ങളെ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുകയും ചെയ്യുന്ന ധിക്കാരികളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, എന്റെ
എന്റെ ഉമ്മത്തികളെ ഈ സിറാത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അനസ്, നീ അവിടെ വന്ന് നോക്കിയാൽ മതി, എന്നെ അവിടെ നിനക്ക് കാണാം. വീണ്ടും അനസ് റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ സിറാത്തിന്റെ അരികിൽ അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ? അവിടെ ഞാൻ കണ്ടില്ലെങ്കിൽ നമ്മളോടൊക്കെ രണ്ട് ചോദ്യം ചോദിച്ചാൽ ദേഷ്യം കയറും. നമ്മളോടൊക്കെ രണ്ട് ഉസ്താദെ ഒരു ഡേറ്റ് തരണേ ഉസ്താദെ, ആ ഇൻഷാ അല്ലാഹ് പോയിട്ട് വിളിക്ക് കേട്ടോ, ആ ഓക്കെ. പിന്നെ വന്നിട്ട് സാറേ എപ്പോ വിളിക്കണം ഉസ്താദെ? എടോ വിളിയെന്നല്ലേ പറഞ്ഞ, പിന്നെ എപ്പോ വിളിക്കണം, ഏത് സമയത്ത് വിളിക്കണം, ഞങ്ങൾ വിളിക്കണം വിളിയെന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ ശൈലി അങ്ങനെ വിളിക്കണം പറഞ്ഞാൽ എപ്പോഴെങ്കിലും വിളിച്ചോണം, കിട്ടുന്നവരെ വിളിച്ചോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും അനസ് റളിയല്ലാഹു ചോദിച്ചു, അയിന അത്ലുബുക യാ റസൂലല്ലാഹ് വലം അൽഖക ഇൻദ സിറാത്ത് എന്ന പാലത്തിന്റെ അരികിൽ അങ്ങില്ലെങ്കിലോ ഞാൻ എവിടെ അന്വേഷിക്കും? നബിയന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇൻദൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കുന്ന സ്ഥലത്ത് തന്നെ കാണാം. അവിടെ ഞാൻ വന്നു നിൽക്കും സഹാബ, അനസേ ഞാൻ അവിടെ കാണും. എന്റെ ഉമ്മത്തുകളുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് അല്പം വല്ലതും കുറവ് വന്നു പോയാൽ എന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ, അവരെ സഹായിക്കാൻ ഞാൻ അവിടെ കാണും. അനസേ നോക്കണേ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ATM കാർഡ് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ഹദീസിൽ ഒരു ബത്താഖ, ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്. അങ്ങനെ ആ കാർഡ് എന്റെ ഉമ്മത്തികളുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കുറവ് വന്നാൽ ATM കാർഡ് എടുത്തിട്ട് കൊടുക്കും. അങ്ങനെ അതിൽ ഭാരം കൂടും, അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഏതെങ്കിലുമൊക്കെ നിലയിൽ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നബി തങ്ങളെ രക്ഷപ്പെടുത്തും. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നോക്കിയാൽ മതി കേട്ടോ അനസ്, അവിടെ നോക്കിയാൽ മതി, ഞാൻ അവിടെ കാണും. വീണ്ടും അനസ് റളിയല്ലാഹു തആല അങ്ങോട്ട് മാറിയിട്ട് ചോദിച്ചു, വലമ്മൽഖക ഇൻദൽ മീസാൻ, മീസാനിൽ അങ്ങയെ ഞാൻ കണ്ടില്ലെങ്കിലോ നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ നസൂ ഉത്ലുബ്നി ഇൻദ ഹൗളി, എന്റെ ഹൗളിന്റെ അരികിലേക്ക് നീ വന്നാൽ മതി, ഞാൻ അവിടെ തന്നെ കാണും, അവിടെ നിന്ന് ഞാൻ മാറുകയില്ല. ഈ മൂന്നാലൊരു സ്ഥലത്ത് അനസേ ഞാൻ കാണും അനസേ, അതുകൊണ്ട് നീ വിഷമിക്കണ്ട, പ്രയാസപ്പെടേണ്ടതില്ല. എന്റെ ഉമ്മത്തികളെ കാണാൻ, എന്റെ ഉമ്മത്തികളെ ദാഹിച്ച് അവശരായി എന്നിലേക്ക് ഓടി വരുമ്പോ എന്റെ ഉമ്മത്തികൾക്ക് ഞാൻ ഹൗളിൽ നിന്ന് വെള്ളം കോരി കൊടുക്കും മനസ്സേ. അതിനുവേണ്ടി ഞാൻ ഹൗളിന്റെ അരികിലേക്ക് പോയി നിൽക്കും മനസ്സേ. ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ കാണുക തന്നെ ചെയ്യുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഞങ്ങളെ എങ്ങനെ തിരിച്ചറിയും? ഇപ്പൊ അനസ് റളിയല്ലാഹു വന്ന് ചോദിച്ചത് കൊണ്ട് അനസ് റളിയല്ലാഹു രക്ഷപ്പെട്ടു. നമ്മളിപ്പോ അബൂബക്കർ അല്ലെങ്കിൽ നാട്ടിലുള്ളവര്, ഈ ബംബ്രാണയിലുള്ളവര്, ബന്ദിയോടുള്ളവര്, അടുക്കത്തുള്ളവര്, സീതാങ്കോളിലുള്ളവര്, ഉളിയത്തടുക്കയിലുള്ളവര്, ഇവിടൊക്കെ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയും നബിയെ? ഞങ്ങളൊക്കെ കസറോട്ടാറാണ്, അങ്ങനെ തിരിച്ചറിയും നബിയെ? കസറോട്ടാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോവാന്നോ? ഞാൻ നിർത്താൻ പോവാണ്. പിന്നെ എന്തായാലും രണ്ട് വാക്ക് പറയാതെ പോകുന്ന, അങ്ങനെ പൈസ മാത്രം പിരിച്ച് പൈസ കിട്ടിയോ അതുമില്ല, ഇനി ഭാഗത്തെങ്കിലും അതെങ്കിലും കിട്ടട്ടെ അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ എന്റെ ഉമ്മത്തികൾ ഒളുവെടുത്തതിന്റെ ഭാഗം, ആ ഒളുവിന്റെ അവയവങ്ങൾ, ആ ഒളുവിന്റെ വെള്ളം വീണ സ്ഥലം തിളക്കമുള്ളതായി എനിക്ക് മഹ്ശറയിൽ അനുഭവപ്പെടും. ബ്ലിങ്കിങ് ആവും. മൊബൈലൊക്കെ ചാർജ് കുത്തിവെക്കുമ്പോൾ ബ്ലിങ്കിങ് ആവുന്ന കണ്ടുണ്ടോ? രാത്രി ലൈറ്റ് കാണിച്ചിട്ട് നമ്മൾ കുത്തിവെച്ചിട്ട് കിടക്കും. ചാർജറിൽ ഒരു ലൈറ്റ് കാണും, മൊബൈലിൽ ഒരു ലൈറ്റ് ഉണ്ട്, അതിങ്ങനെ ബ്ലിങ്കിങ് ആയിക്കൊണ്ടിരിക്കുക, ഒരു ചെറിയ വെട്ടം. അപ്പൊ ഭാര്യ ചോദിക്കുക, അതെന്തപ്പോ ഒരു വിളിച്ചോ? അത് മൊബൈലിൽ കുത്തിയിട്ടിരിക്കുകയാണ്. അത് ഓഫാക്കി വെച്ചാൽ അറിയോ? ഇല്ല. അപ്പം മൊബൈലിനെ കൊണ്ട് ഗുണമുള്ള സമയത്താണ് ഇത്. ഇതേപോലെ ഒളിവെടുത്ത സമയത്ത് മുഖവും കൈയും കാലും ഒക്കെ ഇങ്ങനെ പ്രകാശിക്കും. അങ്ങനെ പ്രകാശമാനമായ അവസ്ഥയിൽ മഹ്ശറിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിപ്പൊളിക്കും, യാ ഹബീബി യാ ഹബീബി യാ അല്ലാഹ്
സലാം യാ അല്ലാഹ് തആല 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നേരെ കൊണ്ട് നബിതങ്ങളുടെ ഹദറത്തിൽ അവിടെ കൊണ്ടുപോകും. പ്രത്യേകമായി നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നമസ്കാരക്കാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അള്ളാഹ് നമ്മളെ അങ്ങനെയൊക്കെ പിടിപ്പിക്കട്ടെ. നബിതങ്ങളുടെ കൈ കൊണ്ട് ഹബീബായ തങ്ങളെ കൊണ്ട് നമ്മുടെ കൈക്ക് പിടിപ്പിക്കട്ടെ. പടച്ചവനെ, ഞങ്ങൾക്ക് യോഗ്യതയില്ല അള്ളാഹ്, ഒരു യോഗ്യതയില്ല അള്ളാഹ്, നീ ഞങ്ങൾക്ക് അതിനൊരു അവസരം നൽകണേ പടച്ചവനെ, അതിനൊരു അവസരം നീ നൽകണേ പടച്ചവനെ. അങ്ങനെ പോകുന്നവര് നമസ്കാരക്കാരാണ്. മഹ്ശറയിലേക്ക് പോകുന്നവർ നമസ്കാരക്കാരാണ്. മറ്റൊരു വിഭാഗം ആളുകളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. അവര് വെള്ളപ്പാണ്ട് പിടിച്ചവരെ പോലെയായിരിക്കും, അർബുദം ബാധിച്ചവരെ പോലെയായിരിക്കും. വികൃതമായ കോലമാണ് അവരുടെ കൈകാലുകളും അവരുടെ മുഖത്തും വികൃതമായ കോലമാണ്. വെള്ളപ്പാണ്ട് പോലെ ഒരു വല്ലാത്ത ആളുകൾ വെറുക്കുന്ന തരത്തില് മുഷിഞ്ഞ കോലവുമായി ഒരു വിഭാഗം ആളുകളെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, ആരാണ് ഹബീബേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ ദുനിയാവിൽ വേദനിപ്പിച്ചവരാണ്. മഹ്ശറിലേക്ക് വരുന്ന രംഗം, വാപ്പയും ഉമ്മയൊക്കെ വേദനിപ്പിക്കുന്നവർ, അടിക്കുന്നവർ. നമ്മൾ എത്രത്തോളം ഉമ്മാക്ക് നന്മകൾ ചെയ്താലും ഒന്നും ആവൂല ഹബീബേ, ഒന്നും ആവൂല. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി ഖറഫത് ഇൻദി, എന്റെ ഉമ്മ എന്റെ കൂട്ടത്തിലാണ്, എന്റെ ഉമ്മ എന്റെ ചെലവിലാണ്, എന്റെ ഉമ്മ എന്റെ സംരക്ഷണത്തിലാണ്. വഅന ഉത്ഇമുഹ, എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത്. വഅന അസ്ഖിഹ, എന്റെ ഉമ്മയ്ക്ക് വെള്ളം കുടിപ്പിക്കുന്നത് ഞാനാണ്. വഅന ഉവല്ലിഉഹ, എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് ഒളു പഠിപ്പിക്കുന്നത് നബിയേ. എന്റെ ഉമ്മയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്റെ ഉമ്മയെ ഞാൻ എടുത്ത് എന്റെ തോൾഭുജത്തിൽ വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കും നബിയേ. ഫഅൽ ജാസൈതുഹാ യാ റസൂലല്ലാഹ്, എനിക്കതിന് പ്രതിഫലമുണ്ടോ നബിയേ? എനിക്കതിന് കൂലിയുണ്ടോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ആ സഹാബി ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി, ലാ ഫവാഹിദതൻ മിന്നി, 100ന്റെ 1% പോലും ആയില്ല സഹാബ. നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെ 100ന്റെ 1 അംശം പോലും നീ ചെയ്തിട്ടേ ഇല്ല. 10 മാസക്കാലത്തോളം കൊണ്ട് നടന്നില്ലേ, നൊന്ത് പ്രസവിച്ചില്ലേ, 2 വർഷത്തോളം നിനക്ക് പാല് തന്നില്ലേ, നിനക്ക് വേണ്ടി ഉറക്കമിളച്ച എത്രയോ രാവുകളാണ് ആ ഉമ്മാന്റെ ഒക്കത്ത് വെച്ച് കാഷ്ടിച്ചില്ലേ, മൂത്രിച്ചില്ലേ. ദീപിച്ച വെച്ച് നടക്കുന്ന സമയത്ത് പോലും ആ ഉമ്മയെ നീ വേദനിപ്പിച്ചില്ലേ, തെറി വിളിച്ചില്ലേ, കരയിച്ചില്ലേ. എത്രത്തോളം ത്യാഗങ്ങളാ ആ ഉമ്മാന്റെ പേരിൽ നീ അനുഭവിച്ചത്, നീ ചെയ്തത്, നീ വേദനിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരാ, നീ ഉമ്മാക്ക് ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുത്താലും, ഉമ്മയെ നീ കുളിപ്പിച്ചാലും, ഉമ്മയ്ക്ക് നീ പുതുവസ്ത്രം ധരിപ്പിച്ചു